ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാദ്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഇന്ന് വിശ്വ യോഗാദിന ആശംസകൾ. എല്ലാവർക്കും ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ ആരോഗ്യവും എല്ലാ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകം മുഴുവനുള്ള ആളുകൾക്കും ആ ഒരു ശരീര മനോബുദ്ധി ആത്മ തത്വങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആനന്ദം കൊടുക്കട്ടെ, സൗഖ്യം കൊടുക്കട്ടെ. അതിനുള്ള ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില വ്യായാമങ്ങൾ മാത്രമല്ല യോഗ. ശാരീരിക വ്യായാമങ്ങളിലൂടെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്ത് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ നിയന്ത്രിച്ച് പ്രാണായാമത്തിലൂടെ ഏകാഗ്രത വളർത്തി ധാരണ, ധ്യാന, സമാധി പര്യന്തമുള്ളതായിട്ടുള്ള അഷ്ടാംഗ യോഗം ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വലിയ സാധനയാണ്. എല്ലാവർക്കും ആ യോഗ പരമ്പരയുടെ യോഗ ഗുരുക്കന്മാരുടെ പതഞ്ജലി മുതൽക്കുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സൗഖ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇതാണ് യോഗാദിനത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധത്തിൽ 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ചന്ദ്രവംശ കഥകൾ വർണ്ണിക്കാൻ ആരംഭിക്കുന്നു. ഇതുവരെ സൂര്യവംശ കഥനമാണ് പറഞ്ഞത്. 13 അധ്യായങ്ങളെ കൊണ്ട് വൈവസ്വത മനുവിൻ്റെ സന്തതി പരമ്പരകളുടെ കഥകളാണ് പറഞ്ഞത്. ഇനി ചന്ദ്രന്റെ ഉൽപ്പത്തിയും ചന്ദ്രന്റെ പുത്രനായ ബുധന്റെ ഉൽപ്പത്തിയും ബുധന്റെ പുത്രനായി പുരൂരവസ്സും ആ പുരൂരവസ്സന്റെ ചരിതവുമാണ് ഈ അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ പറയുന്നത്. തുടർന്ന് ആ പുരൂരവസ്സന്റെ 6
മക്കളുണ്ടാകുന്നുണ്ട്. അവരുടെ വംശം വർണ്ണിക്കാൻ ആരംഭിക്കുന്നു. 15-ാം അധ്യായം തുടർന്നു. അങ്ങനെ ചന്ദ്രവംശം നമ്മൾ വിസ്തരിച്ച് കാണാം. അപ്പോൾ ഇപ്പോൾ 14-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ് ഭാഗവതേ നവമസ്കന്ധേ ചതുർദശോऽധ്യായഃ. ശ്രീശുക ഉവാച. അഥാത ശ്രൂയതാം രാജൻ വംശസോമസ്യ പാവനഃ യസ്മിൻ ഐളാദയോ ഭൂപാഃ കീർത്യന്തേ പുണ്യകീർത്തയഃ. സഹസ്രശിരസഃ പുംസോ നാഭിഹ്രദസരോരുഹാത് ജാതസ്യാസീത് സുതോ ദാതുഃ അത്രിഃ പിതൃസമോ ഗുണൈഃ. തസ്യ ദൃഗ്ഭ്യോऽഭവത് പുത്രഃ സോമോ മൃതമയഃ കില വിപ്രൗഷദ്യുടുഗണാനാം ബ്രഹ്മണാ കൽപ്പിതഃ പതിഃ. സോയജത് രാജസൂയേന വിജിത്യ ഭുവനത്രയം പത്നീം ബൃഹസ്പതേർദർപ്പാത് താരാം നാമ അഹരദ്ബലാത്. യദാ സദേവഗുരുണാ യാചിതോ അഭീക്ഷ്ണശോ മദാത് നാത്യജത് തൽകൃതേ ജജ്ഞേ സുരദാനവ വിഗ്രഹഃ. ശുക്രോ ബൃഹസ്പതേർദ്വേഷാത് അഗ്രഹീത് സാസുരോടുപം ഹരോ ഗുരുസുതം സ്നേഹാത് സർവഭൂതഗണാവൃതഃ. സർവദേവഗണോപേതോ മഹേന്ദ്രോ ഗുരുമന്വയാത് സുരാസുരവിനാശോഭൂത് സമര താരകാമയഃ. നിവേദിതോദാംഗിരസ സോമം നിർഭൽസ്യ വിശ്വകൃത താരാം സ്വഭർത്രേ പ്രായച്ഛത് അന്തർവത്നീം അവൈത്പതിഃ. ത്യജാശു ദുഷ്പ്രജ്ഞേ മൽക്ഷേത്രാദാഹിതം പരൈഃ നാഹം ത്വാം ഭസ്മസാത് കുര്യാം സ്ത്രിയം സാന്ദാനികഃ സതി. തത്യാജ വ്രീഡിതാ താരാകുമാരം കനകപ്രഭം സ്പൃഹാം ആംഗിരസശ്ചക്രേ കുമാരേ സോമയേവ ച. മമായം ന തവേത്യുച്ഛൈഃ തസ്മിൻ വിവദമാനയോഃ പപ്രച്ഛുർഋഷയോ ദേവാ നൈവോചേ വ്രീഡിതാ തു സാ. കുമാരോ മാതരം പ്രാഹ കുപിതോ അളീകലജ്ജയാ കിം നവോചസ്യ അസദ്വൃത്തേ ആത്മാപത്യം വദാശു മേ. ബ്രഹ്മാ താം രഹ ആഹൂയ സമപ്രാക്ഷീച്ച സാന്ത്വയൻ സോമസ്യേത്യാഹ ശനകൈഃ സോമസ്തം താവദഗ്രഹീത. തസ്യാത്മയോനിരകൃത ബുധ ഇത്യഭിധാം നൃപ ബുദ്ധ്യാ ഗംഭീരയാ യേന പുത്രേണാപ ഉഡുരാഡ്മുദം. തതഃ പുരൂരവാജജ്ഞേ ഇളായാം യൗദാഹൃതഃ തസ്യ രൂപഗുണൗദാര്യശീലദ്രവിണ വിക്രമാൻ. ശ്രുത്തോർവശീന്ദ്രഭവനെ ഗീയമാനാൻ സുരർഷിണ തദന്തികമുപേയായ ദേവി സ്മരശരാർദിത. മിത്രാവരുണയോ ശാപാത് ആപന്നാ നരലോകതാം നിശമ്യ പുരുഷശ്രേഷ്ഠം കന്ദർപ്പമിവ രൂപിണം. ധൃതിം വിഷ്ടഭ്യ ലലന ഉപതസ്ഥേ തദന്തികേ സതാം വിലോക്യ നൃപതിഃ ഹർഷേണോദ്ഭുല്ലലോചനഃ. ഉവാച ശ്ലക്ഷ്ണയാ വാച ദേവീം ഹൃഷ്ടതനൂരുഹഃ. നാരായണ. രാജോവാച സ്വാഗതം തേ വരാരോഹേ ആസ്യതാം കരവാമ കിം സംരമസ്വ മയാ സാകം രതിർനൗ ശാശ്വതീ സമാഃ. ഉർവശുവാച കസ്യാസ്ത്വയി ന സജ്ജേത മനോദൃഷ്ടിശ്ച സുന്ദര യദംഗാന്തരമാസാദ്യ ച്യവദേഹ രിരം സയാം. ഏതൗ ഉരണകൗ രാജന്യാസൗ രക്ഷസ്വമാനദ സംരംസ്യേ ഭവതാ സാകം ശ്ലാഘ്യഃ സ്ത്രീണാം വരസ്മൃതഃ. ഘൃതം മേ വീരഭക്ഷ്യം സ്യാത് നേക്ഷേ ത്വാന്യത്ര മൈഥുനാത് വിവാസസം തൽ തഥേതി പ്രതിപേദേ മഹാമനാഃ. അഹോ രൂപമഹോ ഭാവോ നരലോക വിമോഹനം കോ ന സേവേദ മനുജോ ദേവീം ത്വാം സ്വയമാഗതാം.
തയാ സ പുരുഷശ്രേഷ്ഠോ രമയന്ത്യാ യഥാർഹതഃ രേമേ സുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു രമമാണസ്തയാ ദിവ്യാ പത്മകിഞ്ചൽക്കഗന്ധയാ തന്മുഖാമോദമുഷിതോ മുമുദേ അഹർഗണാൻ ബഹൂൻ. അപശ്യൻ ഉർവശീം ഇന്ദ്രോ ഗന്ധർവാൻ സമചോദയത് ഉർവശീരഹിതാം മഹ്യമാസ്ഥാനം നാതിശോഭത്തെ തൗപേത്യ മഹാരാത്രേ തമസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാവുരണൗ ജഗൃഹു ന്യസ്തൗ രാജനിജായയാ നിശമ്യാക്രന്ദിതം ദേവീ പുത്രയോർനീയമാനയോഃ ഹതാസ്മ്യഹം കുനാഥേന നപുംസാ വീരമാനിനാ യദ്വിസ്രംബാദഹം നഷ്ടാ ഹൃദാപത്യാ ച ദസ്യുഭിഃ യശ്ചേതേ നിശി സന്ത്രസ്തോ യദാ നാരീതി വാ പുമാൻ ഇതി വാത്സായകൈർവിദ്ധഃ പ്രതോത്രൈരിവ കുഞ്ചരഃ നിശി നിസ്ത്രിംശമാദായ വിവസ്ത്രോ അഭ്യദ്രവദൃശാം തേ വിസൃജ്യോരണൗ തത്ര വ്യദ്യോതന്തസ്മ വിദ്യുതഃ ആദായമേഷൗ ആയാന്തം നഗ്നം ഐക്ഷത സാപതിം ഐളോപി ശയനേ ജായാമപശ്യൻ വിമലാ ഇവ തച്ചിത്തോ വിഹ്വല ശോചൻ ബഭ്രാമ ഉന്മത്തവന്മഹീം സതാം വീക്ഷ്യ കുരുക്ഷേത്രേ സരസ്വത്യാം ച തൽസഖീഃ പഞ്ച പ്രഹൃഷ്ടവദനാ പ്രാഹ സൂക്തം തുരൂരവാഃ അഹോ ജായേ തിഷ്ഠ തിഷ്ഠ ഘോരേണ ത്യക്തുമർഹസി മാം ത്വമദ്യാപി അനിർവൃത്യ വജാംസി കൃണവാവഹൈ. സുദേഹോയം പതത്യത്ര ദേവി ദൂരം ഹൃദസ്ത്വയാ ഖാദന്ത്യേനം മൃഗാഗ്രദ്രാഹ ത്വൽപ്രസാദസ്യ നാസ്പദം. ഉർവശ്യുവാച മാ മൃതാ പുരുഷോസി ത്വം മാസ്മത്വാദ്യുരുമൃഗാ ഇമേ ക്വാപി സഖ്യം ന വൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യദാ സ്ത്രിയോ ഹ്യകരുണാ ക്രൂരാ ദുർമർഷാ പ്രിയസാഹസാഃ ഗ്നന്ദ്യൽപർത്തേ വിശ്രബ്ദം പതിം ഭ്രാതരമപ്യുത വിദായാളീക വിശ്രംബം അജ്ഞേഷു ത്യക്ത സൗഹൃദാഃ നവം നവമഭീപ്സന്ത്യഃ പുംശ്ചല്യഃ സ്വൈരവൃത്തയഃ സംവത്സരാൻ ദേഹി ഭവാൻ ഏകരാത്രം മയേശ്വര വത്സ്യത്യപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോഃ അന്തർവത്നീമുപാലക്ഷ്യ ദേവീം സപ്രയയൗ പുരം പുനസ്തത്ര ഗതോബ്ദാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യ മുദാ യുക്തഃ സമുവാസ തയാ നിശാം അധൈനമുർവശീ പ്രാഹ കൃപണം വിരഹാതുരം ഗന്ധർവാനുപദാവേമാൻ തുഭ്യം ദാസ്യന്തി മാമിതി തസ്യ സംസ്തുവദസ്തുഷ്ടാ അഗ്നിസ്ഥാലീം ദദുർനൃപ ഉർവശീം മന്യമാനസ്താം സോബുദ്ധ്യത ചരൻ വനെ സ്ഥാലീം യസ്യ വനെ ഗത്വാ ഗൃഹാനാധ്യായതോ നിശി ത്രേതായാം സംപ്രവൃത്തായാം മനസി ത്രയ്യവർത്തത സ്ഥാലീസ്ഥാനം ഗതോശ്വത്തം ശമീഗർഭം വിലക്ഷ്യസഃ തേന ദ്വേ അരണീകൃത്വാ ഉർവശീ ലോകകാമ്യയാ ഉർവശീം മന്ത്രതോധ്യായൻ അധരാരണിമുത്തരാം ആത്മാനമുഭയോർമധ്യേ യത്തത് പ്രജനനം പ്രഭുഃ തസ്യ നിർമന്ധനാജ്ജാതോ ജാതവേദാ വിഭാവസുഃ ത്രയ്യാ സ വിദ്യയാ രാജ്ഞാ പുത്രത്വേ കൽപ്പിതസ്ത്രിവൃത തേനായജത യജ്ഞേശം ഭഗവന്തമദോക്ഷജം ഉർവശീ ലോകമന്വിച്ഛൻ സർവദേവമയം ഹരിം ഏക ഏവ പുരാ വേദഃ പ്രണവഃ സർവവാങ്മയഃ ദേവോ നാരായണോ നാന്യഃ ഏകോऽഗ്നിർവർണ്ണ ഏവ ച പുരൂരവസ ഏവാസീത് ത്രയീ ത്രേതാമുഖേ നൃപ അഗ്നിനാ പ്രജയാ രാജാ ലോകം ഗാന്ധർവമേയിവാൻ. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഐളോപാഖ്യാനേ ചതുർദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 14-ാം അധ്യായം ഇപ്പൊ നമ്മൾ വായിച്ചു. നാരായണ. കഴിഞ്ഞ അധ്യായം 13-ാം അധ്യായം നിമിവംശ ചരിത്രമായിരുന്നു. നിമിയുടെ കഥയെല്ലാം നമ്മൾ കണ്ടു. ആ വംശം തന്നെയാണ് വിദേഹ വംശം, ജനകവംശം, മിഥില വംശം അല്ലെങ്കിൽ മൈഥിലന്മാരുടെ വംശം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആ വംശത്തിലാണ് സീരധ്വജൻ എന്ന ജനകന് സീതാദേവി പുത്രിയായി ഉഴവുചാലിൽ നിന്ന് കിട്ടി ശ്രീരാമന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ജനകവംശം അല്ലെങ്കിൽ നിമിവംശം നമ്മൾ വിസ്തരിച്ച് കണ്ടു. ഇനി 14-ാം അധ്യായത്തിൽ ചന്ദ്രവംശ കഥനം ആരംഭിക്കുന്നു. ചന്ദ്രവംശം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു തുടങ്ങുന്നു. സാക്ഷാൽ വിരാട് പുരുഷന്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മദേവന്റെ മാനസപുത്രനായ അത്രിയുടെ പുത്രനായി സോമൻ അഥവാ ചന്ദ്രൻ ജനിക്കുന്നു. ആ ചന്ദ്രനിൽ നിന്നാണ് ചന്ദ്രവംശം ആരംഭിക്കുന്നത്. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. നമുക്ക് വായിച്ച് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ചതുർദശോऽധ്യായഃ. ശ്രീശുക ഉവാച. അദാദശ്രൂയതാം രാജൻ വംശഃ സോമസ്യ പാവനഃ യസ്മിൻ ഐളാദയോ ഭൂപാഃ കീർത്യന്തെ പുണ്യകീർത്തയഃ. ശ്രീശുക ഉവാച. അദാദശ്രൂയതാം രാജൻ വംശസ്വേ സോമസ്യ പാവനഃ യസ്മിൻ ഐളാദയോ ഭൂപാഃ കീർത്യന്തെ പുണ്യകീർത്തയഃ. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഈശാനുകഥ എന്ന് പറയുന്ന സൂര്യചന്ദ്രവംശങ്ങളുടെ കഥനം തുടരുകയാണ്. അധ അനന്തരം അധ മേൽ, ഇനി മേൽക്ക് എന്നുള്ള അർത്ഥത്തിൽ 2 പ്രാവശ്യം അധ. ഒന്ന് അധ എന്നുള്ളത് അനന്തരം എന്നുള്ളതും അധ അവിടെ നിന്ന് എന്നുള്ള അർത്ഥത്തില് അധഹ. ഇനിയിപ്പോ എന്നുള്ള അർത്ഥത്തില് ഇവിടെ നിന്ന് ശ്രൂയതാം രാജൻ. ഹേ രാജൻ ശ്രൂയതാം, അല്ലയോ പരീക്ഷത്ത് രാജാവേ, പ്ലീസ് ലിസൺ ടു മീ, എന്നിൽ നിന്ന് കേട്ടോളൂ. എന്താ ഞാൻ പറയാൻ പോകുന്നത്? വംശഃ സോമസ്യ പാവനഃ. സോമസ്യ പാവനഃ വംശഃ, സോമന്റേതായിട്ടുള്ള പരിശുദ്ധമായ വംശം. കേൾക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് പാവനം എന്ന് പറഞ്ഞു. അത് പല രീതിയിൽ പാപങ്ങളെ നശിപ്പിക്കാം, അല്ലേ? ഒരാളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുമ്പോൾ അവർ ചെയ്ത തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. അവർ നല്ലത് ചെയ്ത് ശ്രേയസ്സിനെ നേടിയിട്ടുണ്ടെങ്കിൽ ആ നല്ലതും അനുകരിച്ചുകൊണ്ട് നമുക്കും ശ്രേയസ്സിനെ പ്രാപിക്കാം. ഇങ്ങനെ 2 രീതിയിലും നമ്മളെ ഈ പൂർവീക ചരിത്രങ്ങൾ ശുദ്ധീകരിക്കട്ടെ.
പാവനഃ സോമസ്യ വംശഃ. ആ സോമന്റെ വംശം നമ്മളെ പവിത്രീകരിക്കുന്നതാണ്. അപ്പോ യസ്മിൻ ഐളാദയോ ഭൂപാഹ കീർത്യന്തേ പുണ്യകീർത്തയഃ. യസ്മിൻ ഏതൊരു വംശത്തിലാണോ ഐളാദയഃ ഭൂപാഹ, ഐളൻ മുതലായ ഭൂപന്മാർ. ഐളൻ എന്ന് പറഞ്ഞാൽ ഇളയുടെ പുത്രൻ. നമ്മള് സുദ്യുമ്നൻ ഇള അല്ലേ? വൈവസ്വത മനുവിന്റെ ആദ്യത്തെ പുത്രിയായി ജനിച്ച ഇള പിന്നീട് സുദ്യുമ്നനായി, പിന്നെയും ഇളയായി കാട്ടിൽ വെച്ച് ബുധനുമായി സംഗമിക്കുന്നു. ആ ബുധനും ഇളയ്ക്കും കൂടി ഉണ്ടാകുന്ന പുത്രന്റെ പേരാണ് പുരൂരവസ് എന്നും അദ്ദേഹത്തെ ഇളയുടെ പുത്രനായതുകൊണ്ട് ഐളൻ എന്നും വിളിക്കുന്നു. പുരൂരവസിനെയാണ് ഇവിടെ ഐളൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പുരൂരവസിന്റെ ചരിത്രമടക്കമുള്ള ചരിത്രങ്ങൾ കീർത്യന്തേ പുണ്യകീർത്തയഃ. പുണ്യകീർത്തിയോടുകൂടിയ ഐളാദികളായ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ ഇവിടെ കീർത്തിക്കപ്പെടുന്നു ഈ ചന്ദ്രവംശ കഥനത്തിൽ. ഈ ഐളനെ കുറിച്ച് ഇനി നമ്മൾ ഏകാദശ സ്കന്ധത്തിലും സാക്ഷാൽ ഭഗവാൻ ഉദ്ധവന് ഐളഗീത എന്ന് പറഞ്ഞൊരു ഗീത ഉപദേശിക്കുന്നുണ്ട്. അത് ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഈ 14-ാം അധ്യായത്തിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇവിടെ പറയാതെ വിട്ടത് അവിടെ പറയുന്നതായിട്ട് എടുക്കാം. കാരണം അവിടെയാണിത് പറയേണ്ടത്. അപ്പോൾ എന്താ പറയുക, ശുഖബ്രഹ്മർഷിയും ഇപ്പൊ പറയാതെ പിന്നീടേക്ക് മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ ഭഗവാന്റെ മുഖത്തു നിന്ന് ഉദ്ധവൻ കേൾക്കുന്ന രീതിയിൽ ഒരു ഉപദേശ രൂപത്തിൽ ആ ഐളഗീത എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ നമുക്കിവിടെ ഐളന്റെ കഥ വായിക്കാം. ഐളന്റെ ഗീത അഥവാ ഐളന്റെ ഉപദേശം ഏകാദശ സ്കന്ധത്തിലും കാണാം. അപ്പൊ ഐളൻ ആരാണ്? ഇളയുടെ പുത്രൻ പുരൂരവസ്. പുണ്യകീർത്തികളായിട്ടുള്ള അവരുടെ കഥകൾ ഈ ചന്ദ്രവംശ കഥനത്തിൽ വർണ്ണിക്കുന്നു. സഹസ്രശിരസഃ പുംസഃ നാഭിഹ്രദസരോരുഹാത് ജാതസ്യാസീത് സുതോ ധാതുഃ അത്രിഃ പിതൃസമോ ഗുണൈഃ. സഹസ്രശിരസഃ പുംസോ നാഭിഹ്രദസരോരുഹാത് ജാതസ്യാസീത് സുതോ ധാതുഃ അത്രിഃ പിതൃസമോ ഗുണൈഃ. അപ്പോ ചന്ദ്രവംശം പറയാൻ ആദ്യം എവിടുന്നാണ് അതിന്റെ മൂലം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. സഹസ്രശിരസഃ പുംസഃ, സഹസ്രശീർഷാവാനായ പുരുഷന്റെ. ആരാണ് സഹസ്രശീർഷാവായ പുരുഷൻ? വിരാട് പുരുഷൻ. വിരാട് പുരുഷൻ ആരാണ്? സാക്ഷാൽ വിഷ്ണു നാരായണൻ തന്നെ. അപ്പോ നാരായണന്റെ നാഭിഹ്രദ സരോരുഹാത്, നാഭിഹ്രദം നാഭിയാകുന്ന ഹ്രദം, നാഭിയാകുന്ന തടാകം, ജലാശയം, കുഴി എന്നൊക്കെ അർത്ഥം. ആ നാഭി ഹ്രദത്തിൽ നിന്നുണ്ടായ സരോരുഹം, താമര. അപ്പോ പത്മനാഭന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ ജാതസ്യ ആസീത് സുതോ ധാതുഃ അത്രിഃ. ജാതസ്യ ധാതുഃ സുതഃ ആസീത്. ജാതസ്യ ധാതുഃ എവിടുന്ന്? നാഭിഹ്രദ സരോരുഹത്തിൽ നിന്ന് ജാതനായ ധാതുഃ എന്ന് പറഞ്ഞാൽ ദാതാവിന്. ദാതാ ശബ്ദത്തിന്റെ ഷഷ്ടിയാണ് ധാതുഃ. പഞ്ചമിയും ധാതുഃ എന്ന് തന്നെയാണ് ഇവിടെ ഷഷ്ടി അർത്ഥം. ദാതാവിന് എന്ന് വെച്ചാൽ ബ്രഹ്മദേവന് സുതഃ ആസീത്, പുത്രഃ ആസീത്. അത്രിഹി പേര് പറയാണ്. അത്രിഹി, അത്രിയാണ് ആ പുത്രൻ. പിതൃസമോ ഗുണൈഹി, ഗുണൈഹി പിതൃസമഃ. ഗുണങ്ങളെ കൊണ്ട് തന്റെ പിതാവായ ബ്രഹ്മദേവന് തുല്യൻ തന്നെയാണ് ആര്? ഈ അത്രി എന്ന പ്രജാപതി, ഈ മഹാത്മാവ്, ഈ ഋഷി. ഋഷിയാണ്, പ്രജാപതിയാണ്. ഗൃഹസ്ഥനാകുന്നതുകൊണ്ടാണ് പ്രജാപതി എന്ന് പറയുന്നത്. അനസൂയാദേവിയെ വിവാഹം കഴിക്കുന്നുവല്ലോ. അങ്ങനെ അത്രിക്കും അനസൂയയ്ക്കുമായിട്ട് 3 മക്കൾ ഉണ്ടാവുന്നതിൽ ഒരാളാണ് ഈ ചന്ദ്രൻ എന്ന് പറയാനിരിക്കുകയാണ്. അപ്പോ സാക്ഷാൽ പത്മനാഭന്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മദേവന്റെ പുത്രനാണ് അത്രി. അദ്ദേഹം പിതാവിന് തുല്യനാണ് എല്ലാ ഗുണങ്ങളെ കൊണ്ടും, തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും എല്ലാ അറിവ് കൊണ്ടും അദ്ദേഹം
പിതൃസമനാണ് എന്ന് പറയണവിടെ. അപ്പോ ചന്ദ്രവംശം ആരംഭിക്കുന്നത് സാക്ഷാൽ വിരാട് പുരുഷനിൽ നിന്ന് തന്നെയാണ്. സൂര്യവംശം ആരംഭിച്ചതോ അതും വിരാട് പുരുഷനിൽ നിന്ന് തന്നെയാണ്. വിരാട് പുരുഷനിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവുണ്ടായത്. ആ ബ്രഹ്മാവിന്റെ മറ്റൊരു പുത്രനായിരുന്നു മരീചി. മരീചിയുടെ പുത്രനാണ് കശ്യപൻ. കശ്യപന്റെ പുത്രനാണ് വിവസ്വാൻ. വിവസ്വാന്റെ പുത്രനാണ് വൈവസ്വത മനു. അങ്ങനെയല്ലേ അത് ആരംഭിച്ചത്. അപ്പൊ വിരാട് പുരുഷന്റെ പുത്രനായ ബ്രഹ്മാവിന്റെ പുത്രനായ മരീചിയുടെ പുത്രനായ കശ്യപന്റെ പുത്രനായ വിവസ്വാൻ അഥവാ സൂര്യന്റെ പുത്രനായ വൈവസ്വത മനുവിന്റെ വംശം സൂര്യവംശം എന്നും, അതേ വിരാട് പുരുഷന്റെ പുത്രനായ ബ്രഹ്മദേവന്റെ പുത്രനായ അത്രിയുടെ പുത്രനായ ചന്ദ്രന്റെ വംശം ചന്ദ്രവംശം എന്നും അറിയപ്പെടുന്നു. അപ്പൊ രണ്ടിന്റെയും ബേസ്, സോഴ്സ്, മൂലം ഒന്ന് തന്നെയാണ്. ഇനി ഈ രണ്ട് വംശത്തിൽ പെടുന്നതേ ഈ ലോകത്തിൽ ആരുള്ളൂ. ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും DNA പരിശോധിച്ചാൽ കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഈ മൂലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മളൊക്കെ ഒരേ വിരാട് പുരുഷനിൽ നിന്ന് ഉണ്ടായി വന്നാണ്. വിരാട് പുരുഷനാണ് ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം, അവ്യയം അശ്വത്ഥം. ആ അശ്വത്ഥത്തിന്റെ രണ്ട് പ്രധാന കാണ്ഡങ്ങൾ അഥവാ ശാഖകളാണ് സൂര്യവംശവും ചന്ദ്രവംശവും. അതിലെ ഉപശാഖകളാണ് മറ്റു വംശങ്ങൾ. അതിലുണ്ടായിട്ടുള്ള വംശങ്ങളെല്ലാം, അതിലുള്ള ഓരോ ഇലകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വേര് ഒന്നാണ്, നമ്മളുടെ മൂലം ഒന്നാണ്. ഞാനും നിങ്ങളും ഒക്കെ ബന്ധുക്കളാണ്. ഒരു വൃക്ഷത്തിലെ ഇലകളാണ് നമ്മളൊക്കെ. ഇതുപോലെ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ശാസ്ത്രമുണ്ടോ? നിങ്ങൾ ബയോളജി പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും എല്ലാറ്റിലും കോമൺ ആയിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. മനുഷ്യ വംശത്തിന്റെയും മറ്റ് ജീവജാലങ്ങൾക്കും പൊതുവായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ ആഴത്തിൽ നമ്മളെ തമ്മിൽ അടുപ്പിക്കുന്ന എല്ലാ അറിവുകളും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പരസ്പരം നമ്മൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞ് പരസ്പരം സഹായിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട്, ഒരാളുടെ വിഷമം കാണുമ്പോൾ നമ്മൾ അയാളെ ഉടനെ സഹായിച്ച്, നമ്മൾക്ക് വിഷമം വരുമ്പോൾ അവരും സഹായിച്ച്, അങ്ങനെ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും താങ്ങുകയും ചെയ്തുകൊണ്ട് ഈ ലോകം എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതാണ് എന്നുള്ള അറിവാണ് നമുക്ക് എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ വിഭജിക്കുന്ന അറിവുകളൊക്കെ നമ്മളെ നശിപ്പിക്കുന്നതാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അറിവ് നമ്മളെ മോചിപ്പിക്കുന്നതാവട്ടെ, നമ്മളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് അറിവ്. അപ്പൊ അതിലേറ്റവും വലിയ അറിവാണ് നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒരു കുടുംബമാണ്, നമ്മളെല്ലാം ഒരിടത്ത് നിന്ന് വന്നവരാണ്, നമ്മൾ തമ്മിൽ സ്നേഹിക്കേണ്ടവരാണ്. അത് ഈ ലോകത്തിലല്ല, ഏത് ലോകത്തുള്ളവരാണെങ്കിലും, ഈ ഭൂമിയിൽ മാത്രമല്ല, ഇനി ഏതൊക്കെ ഗ്രഹങ്ങളിൽ ആരൊക്കെ ഉണ്ടോ ഒക്കെ ഈ പത്മനാഭന്റെ നാഭിയിൽ നിന്ന് വന്നതാണ്. പത്മനാഭനാണ് നമ്മുടെയൊക്കെ മൂലം, പ്രപിതാമഹൻ, പിതാമഹൻ, പിതാ, മാതാ, എല്ലാം. ഇതാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഇത് ഉറപ്പിച്ചിട്ട് നമുക്ക് വ്യവഹാരം നടത്താം. സത്യം പരം ധീമഹി. വ്യവഹാരത്തിൽ അപ്പോ നമ്മൾ വലിയ എന്താ പറയുക, കടുംപിടുത്തക്കാരാവില്ല, ഒരുപാട് സീരിയസ് ആവില്ല. ഈ ഒരു അറിവ് നമ്മളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാവട്ടെ ഈ ഒരു അറിവ്. എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു അറിവ്. ഈ നമ്മളെല്ലാം ഒരേ വൃക്ഷത്തിലെ ശാഖകളാണ്, അല്ലെങ്കിൽ ഇലകളാണ്, അല്ലെങ്കിൽ കോശങ്ങളാണ്.
നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്, നമ്മൾ ഒന്നിച്ച് സ്നേഹിക്കേണ്ടതാണ്, സഹായിക്കേണ്ടതാണ്. അത് ജാതിയില്ല, മതമില്ല, ദേശമില്ല, കാലമില്ല, ഒരു ഭേദവും ഇല്ല. ഇത് ഊട്ടി ഉറപ്പിക്കൂ മനസ്സിൽ. അപ്പം ആരോടും നമുക്ക് വിദ്വേഷമുണ്ടാവില്ല, ശാശ്വതമായിട്ടുള്ള വിദ്വേഷം ആരോടും ഉണ്ടാവില്ല. അവരുടെ പ്രവൃത്തികളെ നമുക്ക് ഈ പറഞ്ഞ ഈ വൃക്ഷത്തിന്റെ നിലനിൽപ്പിന് അപകടമാകുമ്പോഴാണ് നമ്മൾ വിമർശിക്കുന്നത്. ഈ വൃക്ഷം ഒന്നിച്ച് നിൽക്കേണ്ടതാണ്, എല്ലാവരും സ്നേഹിക്കേണ്ടതാണ്, എല്ലാവരും പരസ്പരം സഹായിക്കേണ്ടതാണ്. അല്ലാതെ ഒരു വൃക്ഷത്തിന്റെ ഒരു ശാഖയോ ഒരു ഇലയോ മറ്റ് അടുത്തിരിക്കുന്ന ഇലയെ നശിപ്പിക്കരുത്, മറ്റ് ശാഖകളെ നശിപ്പിക്കരുത്. പരസ്പരം സഹായിക്കുകയാണ് വേണ്ടത്. അങ്ങനെ കാണുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് അവരങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാം, വിമർശിക്കാം, വേണ്ടി വന്നാൽ ശാസിക്കാം, വേണ്ടി വന്നാൽ ദണ്ഡിക്കാം, എല്ലാം ചെയ്യാം. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന ക്രമത്തില് വേണ്ടത് പ്രയോഗിക്കാം. എന്തിനാ? ഈ വിശ്വമാകുന്ന വൃക്ഷത്തിന്റെ ഈ ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് പറയുന്ന ഈ വടവൃക്ഷത്തിന്റെ നിലനിൽപ്പിനായിക്കൊണ്ട് ഇതിന്റെ വേരില് ആരും ആസിഡ് ഒഴിക്കാതിരിക്കാൻ, വിഷം ഒഴിക്കാതിരിക്കാൻ. അപ്പൊ മനസ്സിലായില്ലേ, നമ്മളെല്ലാം ഒന്നാണെന്ന്. നമുക്ക് പരസ്പരം സ്നേഹിച്ചുകൂടെ? അല്ലെ? അറ്റ്ലീസ്റ്റ് ഭാഗവതന്മാർക്ക്, ഭഗവത് ഭക്തന്മാർക്ക്, വൈഷ്ണവന്മാർക്ക് തമ്മിലെങ്കിലും സ്നേഹിച്ചുകൂടെ? പതുക്കെ പതുക്കെ നമുക്ക് തുടങ്ങാം. ഒരു സർക്കിളിൽ നിന്ന് തുടങ്ങി അത് വ്യാപിപ്പിക്കാൻ കൂടുതൽ കൂടുതൽ സർക്കിളുകളിലേക്ക്. ഇപ്പൊ നമുക്ക് വൈഷ്ണവന്മാർ, നമ്മൾ വിഷ്ണു ഭക്തന്മാർ, നമ്മളൊക്കെ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാർ, ആ അർത്ഥത്തിൽ പരസ്പരം ഒരു സ്നേഹമായിട്ട്, അല്ലെ? മാതാമേ പാർവതീ ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം എന്ന് ശിവഭക്തന്മാർ പറയും പോലെ നമുക്കും പറയാം. സഹസ്രശിരസഃ പുംസഃ നാഭിഹ്രദ സരോരുഹാത് ജാതസ്യാസീത് സുതോ ധാതുഃ അത്രിഃ പിതൃസമോ ഗുണൈഃ തസ്യ ദൃഗ്ഭ്യോഭവത് പുത്രഃ സോമോ അമൃതമയഖില വിപ്രൗഷദ്യുടുഗണാനാം ബ്രഹ്മണാ കൽപ്പിതഃ പതിഃ. തസ്യ ദൃഗ്ഭ്യോഭവത് പുത്രഃ സോമോ അമൃതമയഖില വിപ്രൗഷദ്യുടുഗണാനാം ബ്രഹ്മണാ കൽപ്പിതഃ പതിഃ. തസ്യ ദൃഗ്ഭ്യഃ, തസ്യ എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞ അത്രിയാണ് അവസാനം പറഞ്ഞത്. അപ്പൊ അത്രേഹേ എന്നർത്ഥം. അത്രിയുടെ ദൃഗ്ഭ്യഃ, കണ്ണുകളിൽ നിന്ന്, രണ്ട് കണ്ണുകളിൽ നിന്ന്, ദൃഗ്ഭ്യഃ രണ്ട് കണ്ണുകളിൽ നിന്ന്, അമൃതമയഃ സോമഃ പുത്രഃ അഭവത് കില, അമൃതമയനായിരിക്കുന്ന, അമൃതസ്വരൂപനായിരിക്കുന്ന സോമൻ പുത്രനായി ഭവിച്ചു എന്നാണ്. അപ്പോൾ അത്രിയുടെ ദൃക്കുകളിൽ നിന്നാണ്, കണ്ണുകളിൽ നിന്നാണ് സോമൻ എന്ന പുത്രൻ ജനിച്ചത്. അമ്മയുടെ സ്ഥാനത്ത് അനസൂയാദേവി. എന്തായാലും അമൃതമയനായ സോമൻ അത്രിയുടെ കണ്ണുകളിൽ നിന്നുണ്ടായി. അദ്ദേഹം ആരാണ്? വിപ്ര ഔഷധി ഉടുഗണാനാം പതിഃ ബ്രഹ്മണാ കൽപ്പിതഃ. ബ്രഹ്മണാ കൽപ്പിതഃ, ബ്രഹ്മദേവനാൽ കൽപ്പിക്കപ്പെട്ടു. എന്താണ്? പതിയായിട്ട്. ആരുടെയൊക്കെ പതി? വിപ്രാണാം ഔഷധീനാം ഉടുഗണാനാം, മൂന്ന് കൂട്ടരുടെയും പതിയാക്കി ബ്രഹ്മദേവനാൽ നിശ്ചയിക്കപ്പെട്ടു. അപ്പൊ ബ്രഹ്മദേവൻ ഈ സോമന് ചില പദവികൾ കൊടുത്തു എന്നർത്ഥം, ചില ഗവർണർ സ്ഥാനം കൊടുത്തു. എന്തൊക്കെയാണത്? വിപ്ര ഔഷധി ഉടുഗണാനാം പതി. അപ്പൊ ബ്രാഹ്മണരുടെ പതി ആണ് ചന്ദ്രൻ, ഔഷധികളുടെ വനസ്പതികളുടെ പതിയാണ് ചന്ദ്രൻ, അവരുടെ രക്ഷകനാണ്. ഉടുഗണങ്ങൾ അഥവാ നക്ഷത്രങ്ങളുടെ പതിയാണ് ഉടുപൻ എന്നറിയപ്പെടുന്ന ചന്ദ്രൻ.
ബ്രാഹ്മണരുടെയും ഔഷധികളുടെയും ഉടുഗണങ്ങളുടെയും പതിയായി ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ടു. തുടർന്ന് സോയജത് രാജസൂയേന വിജിത്യ ഭുവനത്രയം പത്നീം ബൃഹസ്പതേർദർപ്പാത് താരാം നാമ അഹരദ്ബലാത്. സോയജത് രാജസൂയേന വിജിത്യ ഭുവനത്രയം പത്നീം ബൃഹസ്പതേർദർപ്പാത് താരാം നാമ അഹരദ്ബലാത്. സഹ ഭുവനത്രയം വിജിത്യ രാജസൂയേന അയജത്. സഹ സോമഃ ഭുവനത്രയം വിജിത്യ 3 ലോകങ്ങളെയും ജയിച്ചിട്ട് രാജസൂയേന അയജത് രാജസൂയം എന്നുള്ള യാഗം കൊണ്ട് യാഗം ചെയ്തു. രാജസൂയം നടത്തിയിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ചന്ദ്രൻ, മറ്റൊന്ന് വരുണൻ, പിന്നെ ആകെ ചെയ്തിട്ടുള്ളത് യുധിഷ്ഠിരൻ. 3 പേരാണ് രാജസൂയ യാഗം ചെയ്തിട്ടുള്ളത്. ഒന്ന് വരുണൻ, ഒന്ന് ചന്ദ്രൻ, ഒന്ന് യുധിഷ്ഠിരൻ. വേറെ ആരും രാജസൂയ യാഗം ചെയ്തിട്ടില്ല. അപ്പോ ഭുവനത്രയം വിജിത്യ രാജസൂയേന അയച്ചത്. അങ്ങനെ എന്ത് ചെയ്തു? പിന്നീട് പത്നീം ബൃഹസ്പതേഹേ ദർപ്പാത് താരാം നാമ അഹരത് ബലാത്. ദർപ്പാത്, അങ്ങനെ ചന്ദ്രന് ദർപ്പം വന്നു ചേർന്നു. 3 ലോകങ്ങളും ജയിച്ച് രാജസൂയം ചെയ്തപ്പോൾ ഉണ്ടായ ദർപ്പം രാജരാജൻ എന്ന പേരുണ്ട്. ചന്ദ്രന് രാജരാജൻ എന്നൊക്കെ പേരുണ്ട്. കാരണം എല്ലാവരെയും ജയിച്ചവൻ, നന്നായി ഷൈൻ ചെയ്യുന്നവൻ, രാജതേ ഇതി രാജ, ശോഭിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ചന്ദ്രന് രാജൻ എന്ന പേരുള്ളത് കൊണ്ടാണ് ചന്ദ്രശേഖരന് രാജശേഖരൻ എന്ന് പേര്. ചന്ദ്രശേഖരൻ രാജശേഖരനാണ്. അവിടെ രാജശേഖരൻ എന്നാൽ ചന്ദ്രശേഖരൻ എന്നാണ് അർത്ഥം. അപ്പോ കേമത്തം വന്നു ചേർന്നു, ദർപ്പം വന്നു ചേർന്നു. അങ്ങനെ ദർപ്പം കൊണ്ട് ബലാത് ബൃഹസ്പതേഹേ പത്നിയും താരാം നാമ അഹരത്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ പത്നി താര എന്ന പേരുള്ളവളെ അഹരത് ഹരിച്ചു എന്നർത്ഥം. നാരായണ. അപ്പോ താൻ ബ്രാഹ്മണരുടെയും ഔഷധികളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ പതിയാണെന്നുള്ള അഹങ്കാരം, രാജസൂയം ചെയ്ത് ദിഗ്വിജയം നടത്തിയതിന്റെ അഹങ്കാരം എല്ലാം കൂടി തലയ്ക്ക് പിടിച്ച് ദർപ്പിതനായിട്ട് ദേവഗുരുവായ ബൃഹസ്പതിയുടെ പത്നിയെ താരയെ തന്നെ ബലാത്കാരേണ അപഹരിച്ചു. താരയ്ക്കും അല്പം എന്താ പറയുക, ചന്ദ്രനോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപഹരിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും. അപ്പോ ബൃഹസ്പതിയുടെ പത്നിയായ താരയെ ചന്ദ്രൻ അപഹരിച്ചു. തുടർന്ന് യഥാ സദേവഗുരുണാ യാചിതോ അഭീക്ഷ്ണശോ മദാത് നാത്യജത് തത്കൃതേ ജജ്ഞേ സുരദാനവ വിഗ്രഹഃ. യഥാ സദേവഗുരുണാ യാചിതോ അഭീക്ഷ്ണശോ മദാത് നാത്യജൽ തത്കൃതേ ജജ്ഞേ സുരദാനവ വിഗ്രഹഃ. യഥാ സഹ ദേവഗുരുണാ യാചിതഃ അഭീക്ഷ്ണശഃ. യഥാ എപ്പോഴാണോ സഹ ചന്ദ്രഃ സോമഃ ദേവഗുരുണ ബൃഹസ്പതിന അഭീക്ഷ്ണശഃ യാചിതഃ. അഭീക്ഷ്ണശഃ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം യാചിക്കപ്പെട്ടു. എന്നാൽ മദാത് നാത്യജത്, മതം ഹേതുവായിട്ട്, അഹങ്കാരം ഹേതുവായിട്ട് ഉപേക്ഷിച്ചില്ല, വിട്ടുകൊടുത്തില്ല. ആരെ? ഭാര്യയെ. ബൃഹസ്പതിയുടെ ഭാര്യയായ താരയെ ചന്ദ്രൻ വിട്ടുകൊടുത്തില്ല തന്റെ അഹങ്കാരം കൊണ്ട്. ഈ കിളവൻ തന്നെ എന്ത് ചെയ്യും നോക്കട്ടെ എന്ന മട്ടില്
വിട്ടുകൊടുത്തില്ല എന്നർത്ഥം. മദാത് നാത്യജത്. തത്കൃതേ ജജ്ഞേ സുരദാനവ വിഗ്രഹ. തത്കൃതേ, തത്കൃതേ എന്ന് പറഞ്ഞാൽ താരാകൃതേ എന്നർത്ഥം. താരയ്ക്കു വേണ്ടി, താരനിമിത്തമായിട്ട് സുരദാനവ വിഗ്രഹ ജജ്ഞി. സുരന്മാരും ദാനവന്മാരും തമ്മിൽ വിഗ്രഹം ജാതമായി. ഇവിടെ വിഗ്രഹം എന്നാൽ യുദ്ധം, യുദ്ധം സംജാതമായി. അപ്പൊ ദേവ അസുര യുദ്ധം ഉണ്ടായി. അതെന്താ ദേവാസുര യുദ്ധം ഉണ്ടായത് എന്നാണെങ്കിൽ അവിടെ ചില ആളുകൾ അവസരം ഉപയോഗിക്കും. ദേവവർഗത്തിൽ തന്നെയുള്ള ആളുകൾ തമ്മിൽ പിണങ്ങിയിരിക്കുമ്പോൾ അസുരന്മാര് ആരെങ്കിലും സഹായിച്ചുകൊണ്ട് അവർ തമ്മിൽ സ്പർദ്ധയെ വളർത്തും. ലോക സ്വഭാവമാണ്, ഇന്നും അങ്ങനെ തന്നെയാണ് അല്ലെ. ഇന്നും നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണതെല്ലാം. അപ്പൊ ദേവാസുര യുദ്ധം ഉണ്ടായി. അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് തുടരുകയാണ്. ശുക്രോ ബൃഹസ്പതേർദ്വേഷാത് അഗ്രഹീത് സാസുരോടുപം ഹരോ ഗുരുസുതം സ്നേഹാത് സർവഭൂത ഗണാവൃത. ശുക്രോ ബൃഹസ്പതേർദ്വേഷാത് അഗ്രഹീത് സാസുരോടുപം ഹരോ ഗുരുസുതം സ്നേഹാത് സർവഭൂത ഗണാവൃത. ഇവിടെ ശുക്രാചാര്യൻ അസുരന്മാരുടെ ഗുരുവാണ്. അദ്ദേഹം ബൃഹസ്പതേഹേ ദ്വേഷാത്, ബൃഹസ്പതിയിലുള്ള ദ്വേഷം ഹേതുവായിട്ട്, സഹോദരങ്ങളാണ് അവർ തമ്മിൽ, ഒരേ അങ്കിരസിന്റെ മക്കളാണ് ശുക്രാചാര്യരും ബൃഹസ്പതിയും. പക്ഷെ അന്ന് തൊട്ടേ ഉണ്ട് സിബ്ലിങ്സ് തമ്മിലുള്ള കലഹങ്ങൾ അല്ലേ. നമ്മുടെ കോടതികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം കേസുകൾ ആര് തമ്മിലാണ്? നാട്ടുകാർ തമ്മിലല്ല, അയൽക്കാർ തമ്മിലല്ല. ഏറ്റവും അധികം കേസുകൾ സഹോദരങ്ങൾ തമ്മിലാണ്. കോടതികളൊക്കെ ജീവിച്ചു പോകുന്നത്, വക്കീൽമാരും ജഡ്ജിമാരും ഒക്കെ ജീവിച്ചു പോകുന്നത്, എത്രയോ ഉദ്യോഗസ്ഥന്മാർ ജീവിച്ചു പോകുന്നത് ഈ സഹോദരങ്ങളുടെ ഈ കേസുകളും ഗുണ്ടാമണ്ടികളും ആയിട്ടാണ്. അവരൊക്കെ സഹോദരങ്ങളൊക്കെ പരസ്പരം വിട്ടുകൊടുക്കാനും സ്നേഹിക്കാനും തയ്യാറായാൽ ഈ കോടതികളൊക്കെ പൂട്ടിപ്പോണ്ടി വരും, സിവിൽ കോടതികൾ. അതിന്റെ അനുബന്ധമായിട്ടാണ് ക്രിമിനൽ കേസുകളും കുറേയൊക്കെ ഉണ്ടാവുന്നത്. മറ്റത് പിടിച്ചു പറയും, കൊലപാതകങ്ങളൊക്കെ വേറെ. അപ്പൊ എന്തായാലും ഇവിടെ സിവിൽ വ്യവഹാരങ്ങളിൽ കൂടുതലുണ്ടാവുന്നത് സഹോദരങ്ങൾ തമ്മിലാണ്, അവരുടെ മക്കൾ തമ്മിലാണ് അല്ലേ. ആ ദായ തർക്കമാണ്. ഇരിക്കട്ടെ. അപ്പോ എന്തായാലും ശുക്രോ ബൃഹസ്പതേർ ദ്വേഷാത്, ശുക്രൻ ബൃഹസ്പതിയോടുള്ള ദ്വേഷം കൊണ്ട്, എന്നുവെച്ചാൽ ബൃഹസ്പതിയെ ദേവന്മാര് ഗുരുവായി അംഗീകരിച്ചപ്പോൾ താനും അതേപോലെ പണ്ഡിതനായിരുന്നിട്ടും തനിക്കതുപോലെ സ്ഥാനം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ശുക്രൻ ദേവന്മാരുടെ ശത്രുവായി അസുരന്മാരുടെ കൂട്ടത്തിൽ അവരുടെ ഗുരുവായി മാറുന്നത്. ഒരു റിബൽ ആണ്, ആദ്യത്തെ ഒരു റിബലാണ്, സാമൂഹിക വിരുദ്ധനാണ് ശുക്രാചാര്യരെന്ന് ഒരു തലത്തിൽ പറയാം. അത് സഹോദരന്മാർ തമ്മിലുള്ള മത്സരം കാരണമായിട്ട്. എങ്ങനെയാണോ കർണൻ കൗരവപക്ഷത്ത് ചേർന്നത്, അതിന്റെ മറ്റൊരു വേർഷനാണ് ശുക്രാചാര്യര് അസുരപക്ഷത്ത് ചേർന്നത്. അപ്പൊ ബൃഹസ്പതേർ ദ്വേഷാത് അഗ്രഹീത് സാ അസുരോടുപം, സാസുരഹ ഉടുപം, സാസുരഹ ഉടുപം അഗ്രഹീത്. ഇവിടെ ശുക്രാചാര്യര് ബൃഹസ്പതിയോടുള്ള ദ്വേഷം ഹേതുവായിട്ട് സാസുരഹ എന്ന് പറഞ്ഞാൽ അസുരന്മാരോടുകൂടെ ഉടുപം അഗ്രഹീത്, ഉടുപനെ ഗ്രഹിച്ചു എന്ന് പറഞ്ഞാലോ ചന്ദ്രന്റെ പക്ഷം പിടിച്ചു. മറ്റൊരു ദേവഗുരുവായതുകൊണ്ട് ദേവന്മാരൊക്കെ ബൃഹസ്പതിയുടെ പക്ഷത്താണ്. അവരൊക്കെ ബൃഹസ്പതിക്ക് വേണ്ടി ചന്ദ്രനോട് യാചിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ചന്ദ്രൻ കേട്ടില്ല. അപ്പൊ ചന്ദ്രന് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണ്ടേ? അതിന് അസുരന്മാരുടെ സഹായത്തോടെ ശുക്രാചാര്യര് ചന്ദ്രപക്ഷം പിടിച്ചു. ഹരോ ഗുരുസുതം സ്നേഹാത് സർവഭൂത ഗണാവൃത. ഹരൻ മഹാദേവൻ സർവഭൂത ഗണാവൃത, സർവഭൂതഗണങ്ങളാലും സേവിതനായ ഹരൻ ഗുരുസുതം. ഇവിടെ ഗുരുസുതൻ എന്ന് പറഞ്ഞാൽ ഹരന്റെ ഗുരുവാണ് അങ്കിരസ് മഹർഷി. അദ്ദേഹത്തിന്റെ പുത്രനായ ബൃഹസ്പതിയുടെ പക്ഷം, ജ്യേഷ്ഠപുത്രനായ ബൃഹസ്പതിയോട് സ്നേഹം കാണിച്ചു ഹരൻ. അങ്ങനെ മഹാദേവൻ ഭൂതഗണങ്ങളോടുകൂടി ബൃഹസ്പതിയുടെ പക്ഷത്തും ചേർന്നു. വേദോ മഹേന്ദ്രോ ഗുരുമന്വയ. ഇനി ആരൊക്കെയാണ് കേൾക്കുന്നവര്?
എത്ര പേർക്ക് ലൈവ് കേൾക്കാം? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം? കേൾക്കാം? ഇടയ്ക്ക് പോകുന്നത് മഴയുടെ ഇതൊക്കെ ഉണ്ടാവും പല ഭാഗത്തും. ഇവിടെ പാലക്കാട് മഴയില്ല, അതുകൊണ്ട് നെറ്റ് പ്രോബ്ലം വലുതായിട്ടില്ല. എന്നാലും ഇല്ല എന്ന് പറയാനും പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പോ 7th സ്റ്റാൻസ മിസ്ഡോ. സർവദേവ ഗണോപേതോ മഹേന്ദ്രോ ഗുരുമന്വയാത് സുരാസുര വിനാശോഭൂത് സമരഹ താരകാമയ. അപ്പൊ മുമ്പ് പറഞ്ഞ ശുക്രാചാര്യര് അസുരന്മാരോടുകൂടെ ചന്ദ്രന്റെ സഹായിയായി പ്രവർത്തിച്ചു. രുദ്രൻ ഭൂതഗണങ്ങളോടുകൂടെ ദേവന്മാരോടുകൂടെ ബൃഹസ്പതിയുടെ പക്ഷത്തു നിന്ന് യുദ്ധം ഘോരമായി. അങ്ങനെ സർവ ദേവഗണങ്ങളോടുകൂടെ മഹേന്ദ്രനും ഗുരുവായ ബൃഹസ്പതിയെ സഹായിച്ചു എന്നും ആ താരകാമയ സമരഹ, താരാദേവിക്ക് വേണ്ടിയുള്ള സമരം, യുദ്ധം, സുരാസുര വിനാശോ അഭൂത്, ദേവന്മാരുടെയും അസുരന്മാരുടെയും കുറെ പേരുടെ നാശത്തിന് കാരണമായി തീർന്നു. അങ്ങനെ ഒരുപാട് പേര് നശിച്ചു. തുടർന്ന് നിവേദിതോ അത അങ്കിരസ സോമം നിർഭത്സ്യ വിശ്വകൃത്ത് താരാം സ്വഭർത്രേ പ്രായച്ചത് അന്തർവഗ്നീം അവൈത് പതിഹി. അങ്കിരസ് മഹർഷി 2 ആചാര്യന്മാരുടെ അച്ഛനാണ്, ശുക്രന്റെയും ബൃഹസ്പതിയുടെയും. അദ്ദേഹം വന്ന് വിശ്വകൃത്തായ ബ്രഹ്മദേവനോട് വന്ന് അപേക്ഷിച്ചു, നിവേദിച്ചു. ആ ബ്രഹ്മദേവൻ ഇടപെട്ടു. ഇനിയും പറയാൻ വയ്യ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വെറും കലഹത്തിന്റെ കഥയാണ്, ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, വായിച്ചാ അറിയാം. വെറും കലഹം. ഇതൊക്കെ ഒരു തമാശയായിട്ടേ നമ്മൾ എടുക്കാവൂ. ഇതിലൊന്നും വലിയ സീരിയസ്നെസ്സും ഇല്ല. ഇതിൽ നിന്ന് പാഠം പഠിക്കുകയാണ് വേണ്ടത്. ഇതുപോലെയൊക്കെയാണ് നിസ്സാര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പരസ്പരം വിട്ടുകൊടുക്കാതെ നമ്മൾ സഹോദരന്മാര് തമ്മിലടിക്കുന്നത്. കാലങ്ങളായി അല്ലെ മിണ്ടാതിരിക്കുന്ന സഹോദരന്മാര് വലിയ വിദ്യാസമ്പന്നന്മാരാണെന്നൊക്കെ പറയണു, സംസ്കാര സമ്പന്നന്മാരാണെന്നൊക്കെ പറയണു. എന്നിട്ടോ സഹോദരന്മാർ തമ്മിൽ മിണ്ടിയിട്ട് 10 വർഷമായി, 20 വർഷമായി, 30 വർഷമായി എന്നൊക്കെ പറയുന്നു. ഇതിലേതാണ് യഥാർത്ഥ സംസ്കാരം? കുറെ ഡോക്ടറേറ്റുകളുള്ളതോ, കുറെ PG ഡിഗ്രികളുള്ളതോ, അതോ വലിയ ഉദ്യോഗങ്ങളുള്ളതോ, സ്ഥാനമാനങ്ങളുള്ളതോ ആണോ? അതോ പരസ്പരം സ്നേഹിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണോ വലിയ സംസ്കാരം? ചിന്തിക്കുക. ഏതാണ് സംസ്കാരം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുറെ പോളിഷായിട്ട് സൂട്ടും കോട്ടും ഇട്ട് നടക്കുകയും വലിയ കെട്ടിടങ്ങൾ പണിത് അതിന്റെ നടുവില് ഒറ്റയ്ക്കിരിക്കുകയും കുറെ നായ്ക്കളെ വളർത്തുകയും ആരെയും വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കുകയും പ്രത്യേകിച്ച് സഹോദരന്മാരെയും സഹോദരപുത്രന്മാരെയും അവർക്കൊന്നും അറുത്ത കയ്യിൽ ഉപ്പ് തേക്കാതെ അവർ കഷ്ടപ്പെടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഇതിന്റെ പേരാണോ സംസ്കാരം? അപ്പൊ ഈ വിഡ്ഢിത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ നമ്മൾ കേൾക്കേണ്ടത്. അല്ലാതെ ഈ കഥകളോ കഥാപാത്രങ്ങളോ നമുക്ക് വേണമെങ്കിൽ അടുപ്പിലിടാം, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് മറ്റുള്ളവർക്ക് പലർക്കും പരിഹസിക്കാനുള്ളതായിട്ടുള്ള കഥകളായിട്ട് തോന്നും. ഇന്നത്തെ കാലത്ത് എല്ലാം വേണ്ടാത്തതിനെ എടുത്ത് ഭഗവത്ഗീത അടക്കം കൃഷ്ണൻ വിളിച്ച തെറിയാണെന്ന് പറയുന്ന കാലത്ത് ഇതുപോലെയുള്ള കഥകളൊക്കെ കോക്കൻ ബുൾ സ്റ്റോറീസ് ആയിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. രസിക്കാം, ഇത് ആസ്വദിക്കാം, ഇതിൽ നിന്ന് നല്ലത് മാത്രം എടുക്കാം. അല്ലാതെ പുരാണ കഥകളെല്ലാം സത്യമായിട്ടുള്ള കഥകളൊന്നുമല്ല, ഭാവനകളാണ്, കൽപ്പിത കഥകളാണ് പലതും.
ഇതിലിപ്പോ പ്രതീകങ്ങളാണ് ഇവരെല്ലാം. ചന്ദ്രനും ശുക്രനും ബൃഹസ്പതിയും എല്ലാം നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ പ്രതീകങ്ങളാണ്. അല്ലാതെ അവരെയൊക്കെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ തന്നെ അവരുടെ ഓരോ പക്ഷം ചേർന്ന് നമ്മൾ അവർക്ക് വേണ്ടി വാദിക്കാനോ സ്ഥാപിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാഠം? എന്ത് സംസ്കാരമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? സംസ്കാരം എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് മറ്റുള്ളവരോട് ദയയുള്ളവരായിരിക്കുക, കൃപ കാണിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ളവര്, നമ്മുടെ ബന്ധുക്കള്, സഹോദരന്മാര്, ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അവരോട് ക്ഷമിക്കുക. അവരുടെ അറിവില്ലായ്മ കൊണ്ട്, അവരുടെ വിശാല ബുദ്ധി ഇല്ലായ്മ കൊണ്ട്, സ്വാർത്ഥത കൊണ്ട് എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ കാണിക്കണു പാവങ്ങൾ എന്ന് അവരോട് പൊറുക്കാനുള്ള കഴിവാണ് സംസ്കാരം. അതാണ് ഈ കഥകളിൽ നിന്നൊക്കെ നമ്മൾ ഇവരെ പരിഹസിക്കാം. നമുക്ക് ചന്ദ്രനെ പരിഹസിക്കാം, താരയെ പരിഹസിക്കാം, ബൃഹസ്പതിയെ പരിഹസിക്കാം, ദേവാസുരന്മാരെ പരിഹസിക്കാം. ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. ഇവരെ പോലെ ആവരുത് എന്ന് പഠിക്കാം. എന്നിട്ട് അതിന് തന്റെ ഇടം വേണം. അല്ലാതെ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞത് എല്ലാം നമ്മളങ്ങനെ വെള്ളം തൊടാതെ തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്നൊന്നുമില്ല. അപ്പൊ ഇത് അക്ഷരം പ്രതി നമ്മൾ എല്ലാം ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അറിഞ്ഞിരിക്കാം. ഇതിൽ തെറ്റാണെന്ന് നമുക്ക് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാവണം. നമ്മളതാണ് മഹാഭാരതത്തിൽ ഭീഷ്മരെ കുറിച്ച് വിമർശിക്കുമ്പോൾ പലർക്കും സഹിക്കാത്തത്, അല്ലെ? ഭീഷ്മർ ഏറ്റവും വലിയ അധർമ്മം പ്രവർത്തിച്ച ആളാണ്. അതങ്ങനെ പറയാനുള്ള തന്റെ ഇടം നമ്മൾ കാണിക്കണം. അപ്പൊ വെറും റഫറൻസ് ഗ്രന്ഥങ്ങൾ മാത്രമാണിത് പല കാര്യങ്ങൾക്കും. ഇതിൽ ആധ്യാത്മികമായിട്ടുള്ള സന്ദേശങ്ങൾ, ധാർമ്മികമായിട്ടുള്ള സന്ദേശങ്ങൾ, നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന സന്ദേശങ്ങൾ, അതൊക്കെ നമുക്ക് സ്വായത്തമാക്കാം. അതൊക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത്രേ വേണ്ടൂ. ഇതൊക്കെ പൂർവപക്ഷമായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. പൂർവപക്ഷമായിട്ട് എടുത്താലേ നമുക്ക് തള്ളേണ്ടത് തള്ളാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ പ്രമാണമായിട്ട് നമ്മൾ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കും. ഓക്കെ. അപ്പോ വിശ്വകൃത്ത് താരാം സ്വഭർത്രേ സോമം നിർബൽസ്യ താരാം സ്വഭർത്രേ പ്രായച്ചത്. വിശ്വകൃത്തായ ബ്രഹ്മദേവൻ സോമനെ ഭത്സിച്ചു, ചന്ദ്രനെ ശാസിച്ചു. എന്നിട്ട് താരാം സ്വഭർത്രേ പ്രായച്ചത്, താരയെ സ്വഭർത്താവിനായിക്കൊണ്ട് കൊടുപ്പിച്ചു പറയാം. നിർബന്ധിച്ച് ബ്രഹ്മദേവൻ പറഞ്ഞു, മര്യാദയ്ക്ക് ബൃഹസ്പതിയുടെ ഭാര്യയെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കൂ എന്ന് ചന്ദ്രനോട് ആജ്ഞാപിച്ചു. ചന്ദ്രൻ തന്റെ മുത്തശ്ശൻ പറഞ്ഞത് അനുസരിച്ചു. മുത്തശ്ശൻ പിതാമഹനാണ്, സൃഷ്ടികർത്താവാണ്. അദ്ദേഹമാണ് തനിക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നിർബന്ധിതനായിട്ട് താരയെ ഭർത്താവായ ബൃഹസ്പതിക്ക് പ്രായച്ചത് നൽകി. അന്തർവത്നിയും അവയീത പതിയായ ബൃഹസ്പതി അന്തർവത്നിയും അവയീത്, അന്തർവത്നിയെ പ്രാപിച്ചു. അന്തർവത്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭിണി എന്നർത്ഥം. ഉള്ളിൽ വഹിക്കുന്നവൾ, ഉള്ളിൽ ഗർഭം ധരിച്ചിരിക്കുന്നവളായ താരയെ അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ടോ അദ്ദേഹം ബൃഹസ്പതി തന്റെ ഭാര്യയായ താരയോട് പറയാണ്, ഗർഭം ത്യജാശു ദുഷ്പ്രജ്ഞേ മൽക്ഷേത്രാദാഹിതം പരൈഹി നാഹം ത്വാം ഭസ്മസാത് കുര്യാം സ്ത്രിയം സാന്താനികോ അസതി. ഗർഭം ത്യജാശു ദുഷ്പ്രജ്ഞേ മൽക്ഷേത്രാദാഹിതം പരൈഹി നാഹം ത്വാം ഭസ്മസാത് കുര്യാം സ്ത്രിയം സാന്താനികോ അസതി.
ഹേ ദുഷ്പ്രജ്ഞേ ആശു ഗർഭം ത്യജ. അല്ലയോ ദുഷ്പ്രജ്ഞേ, ബുദ്ധി കെട്ടവളെ, വിവരം കെട്ടവളെ എന്ന് താരയെ ബൃഹസ്പതി വിളിക്കുകയാണ്. പ്രജ്ഞ കെട്ടുപോയതുകൊണ്ടാണല്ലോ പരന്റെ ഭാര്യയായി കുറച്ചു കാലം കഴിഞ്ഞത്. അപ്പൊ ബുദ്ധി കെട്ടവളെ, വ്യഭിചരിച്ചവളെ, നിന്റെ ഗർഭത്തെ നീ ആശു ത്യജ, നീ വേഗം ത്യജിച്ചു കളയൂ. കാരണം നിന്റെ ഗർഭപാത്രം അല്ലെങ്കിൽ നീ എനിക്ക് സ്വന്തമാണ്. അതാണ് മൽ ക്ഷേത്രാത് പരൈഹി ആഹിതം. എന്റെ ക്ഷേത്രത്തിൽ നിന്ന് ഗർഭത്തെ ത്യജിച്ചാലും. മൽ ക്ഷേത്രാത് ആശു ഗർഭം ത്യജ, എന്റെ ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് സന്തതി ജനിപ്പിക്കാനുള്ള ഭൂമിയാണ് നിന്റെ ഗർഭം. അതിലുള്ളതായിട്ടുള്ള ഗർഭത്തെ, മറ്റൊരാളുടെ ഗർഭത്തെ നീ ത്യജിച്ചാലും. പരൈഹി ആഹിതം, പരൈഹി അന്യൈഹി ആഹിതം ആദാനം കൃതം. വിതയ്ക്കപ്പെട്ടത്, മറ്റൊരാളാൽ വിതയ്ക്കപ്പെട്ടതായിട്ടുള്ള ഗർഭത്തെ നീ എന്റെ ക്ഷേത്രത്തിൽ നിന്ന്, എന്റെ വയലിൽ നിന്ന് നീ പറിച്ചു കള. അത് കളയാണ്. നാഹം ത്വാം ഭസ്മസാത് കുര്യാം സ്ത്രീയം സാന്താനികോ അസതി. അസതി എന്ന് വിളിക്കുന്നുണ്ട്. അസത്തെ, പാതിവൃത്യം ലംഘിച്ചവളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്. അഹം ത്വാം ന ഭസ്മസാത് കുര്യാം, നിന്നെ ഞാൻ ഭസ്മസാത്കരിക്കുന്നില്ല, ചാരമാക്കുന്നില്ല ശാപം കൊണ്ട്. എന്തുകൊണ്ട്? നീ സ്ത്രീ ആയതുകൊണ്ടും ഞാൻ സാന്താനികനായതുകൊണ്ടും. അഹം സാന്താനിക എന്ന് പറഞ്ഞാൽ സന്താനം ഇച്ഛിക്കുന്നവൻ, പുത്ര ഉൽപാദനം നടത്താൻ ആഗ്രഹിക്കുന്നവൻ. അപ്പൊ നിന്നിൽ പുത്രോൽപാദനം നടത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ. ആ ഗർഭപാത്രത്തിൽ വേറൊരാൾ ഗർഭാധാനം ചെയ്തിരിക്കുന്നു, അതിനെ നീ ത്യജിച്ചാലും അത് എനിക്ക് ഗർഭം ആദാനം ചെയ്യാനുള്ളതായിട്ടുള്ള ഭൂമിയാണ്, എന്റെ വിളഭൂമിയാണ് എന്ന് അവകാശ തർക്കം. അല്ലെങ്കിൽ തന്റെ ഭാര്യയെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഗർഭം ത്യജിക്കാനായിക്കൊണ്ട് ആവശ്യപ്പെടുന്നു. ഉടനെ തത്യാജ വ്രീഡിതാതാരാ കുമാരം ജനകപ്രഭം സ്പൃഹാം ആംഗിരസശ്ചക്രേ കുമാരേ സോമയേവച. തത്യാജ വ്രീഡിതാതാരാ കുമാരം ജനകപ്രഭം സ്പൃഹാം ആംഗിരസശ്ചക്രേ കുമാരേ സോമയേവച. തത്യാജ വ്രീഡിതാതാരാ കുമാരം ജനകപ്രഭം. വ്രീഡിതാതാര കുമാരം തത്യാജ. വ്രീഡിതയായ, ലജ്ജിതയായ, നാണം കെട്ടവളായ താര തന്റെ ഗർഭത്തിലുള്ള പ്രജയെ, പുത്രനെ, കുമാരനെ ത്യജിച്ചു. കുമാരൻ ഒരു ആൺകുട്ടിയാണ്, അയാളെ ത്യജിച്ചു. എങ്ങനെയുണ്ട് അയാള്? ജനകപ്രഭ, അച്ഛനെ പോലെ പ്രഭയുള്ളവൻ. അച്ഛനാരാ? സോമൻ അല്ലെ? അപ്പൊ ചന്ദ്രനെ പോലെ സുന്ദരനായിട്ടുള്ള ഒരു കുമാരനെ അവൾ ലജ്ജയോടെ ത്യജിച്ചു, ഗർഭത്തിൽ നിന്ന് ഉപേക്ഷിച്ചു. ആ സമയത്ത് സ്പൃഹാം ആംഗിരസഹ ചക്രേ കുമാരേ സോമയേവച. സ്പൃഹാം എന്ന് പറഞ്ഞാൽ കൊതിയെ, ആഗ്രഹത്തെ, ആംഗിരസഹ ചക്രേ. ആംഗിരസഹ എന്ന് പറഞ്ഞാൽ അംഗിരസിന്റെ പുത്രനായ ബൃഹസ്പതി സ്പൃഹാം ചക്രേ, ആരിൽ? കുമാരേ, ഈ കുമാരന്റെ നേരെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. എന്ന് വെച്ചാല് ആള് നല്ല സുന്ദര കുട്ടപ്പൻ, കാണാൻ നല്ല ശോഭയുള്ളവൻ, കാണുമ്പോൾ നല്ല തേജസ്വി, ലക്ഷണങ്ങളെ കൊണ്ട് നല്ല ബുദ്ധിമാൻ. അപ്പൊ എല്ലാം തികഞ്ഞ ആ ഒരു പുത്രനെ, കുമാരനെ ത്യജിക്കാൻ തോന്നിയില്ല ആർക്ക്? ഈ താരാപതിയായ ബൃഹസ്പതിക്ക്. അതാണ് ആംഗിരസഹ കുമാരേ സ്പൃഹാം ചക്രേ. എന്നാൽ സോമഹ ഏവച്ച, ബീജദാതാവായ സോമനും അതിൽ സ്പൃഹയെ വെച്ചു. അപ്പോ ഒരാള് ബീജദാത, ഒരാള് ക്ഷേത്രദാത അല്ലെ? ഒരാളുടെ ഭൂമി, മറ്റൊരാളുടെ വിത്ത്. അപ്പൊ വിത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു ഇത് എന്റെയാണ്, എനിക്കാണ് അവകാശം എന്ന്. ഭൂമിയുടെ ഉടമസ്ഥൻ പറയണ ഇത് എനിക്ക് വേണം എന്ന്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമാകുന്നു. ആർക്ക് വേണ്ടി? ഒരു കുട്ടിക്ക് വേണ്ടി, താര പ്രസവിച്ച കുമാരന് വേണ്ടി. തത്യാജ വ്രീഡിതാ താരാ കുമാരം ജനകപ്രഭം സ്പൃഹാം അംഗിരസശ്ചക്രേ കുമാരേ സോമയേവച. മമായം ന തവേത്യുച്ഛൈഃ തസ്മിൻ വിവദമാനയോഃ പപ്രച്ഛുഃ ഋഷയോ ദേവാ നൈവോചേ വ്രീഡിതാതു സാം.
മമായം ന തവേത്യുച്ചൈഃ തസ്മിൻ വിവദമാനയോഃ പപ്രച്ഛുഃ ഋഷയോ ദേവാ നൈവോചേ വ്രീഡിധാതുസാ. തസ്മിൻ തസ്മിൻ എന്ന് പറയുമ്പോൾ അവനിൽ, ആ ബുധനെ സംബന്ധിച്ച്, ബുധനാണ് ഇനി അവന് പേരിടാൻ പോകണുള്ളൂ, ആ കുട്ടിയില് വിവദമാനയോഹോ, വിവദമാനന്മാര് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി തർക്കിക്കുമ്പോൾ, വിവാദം ചെയ്യുമ്പോൾ, എന്താ തർക്കം? മമായം ന തവ, അയം മമ, ഇത് എന്റേതാണ്, ഇവൻ എന്റേതാണ്, ന തവ, നിന്റേതല്ല എന്ന് രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. അതാണ് മമായം ന തവ ഇതി, മമായം ന തവ ഇതി വിവദമാനയോഹോ തസ്മിൻ. ആ കുട്ടിയുടെ വിഷയത്തിൽ ഇവർ തമ്മിൽ വിവാദം ചെയ്യുമ്പോൾ, എന്റേതാണ് നിന്റേതല്ല എന്ന് രണ്ടു കൂട്ടരും പറയുമ്പോൾ, പപ്രച്ഛുഃ ഋഷയോ ദേവാഹ നൈവോചേ വ്രീഡിധാതുസ, ഋഷികളും ദേവന്മാരും വന്ന് ഇവളോട് പ്രശ്നം ചെയ്തു, താരയോട് ചോദിച്ചു. പപ്രച്ചു, പ്രശ്നം ചെയ്തു. ആര്? ഋഷയഃ ദേവാഹ. പക്ഷേ സാ വ്രീഡിത, നാണം കെട്ട അവള്, ലജ്ജയോടുകൂടിയതായിട്ടുള്ള അവള്, നൈവ ഊച, ഒന്നും മിണ്ടിയില്ല. ആരുടേതാണെന്ന് അവള് വെളിവാക്കിയില്ല, സത്യം പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. നാണക്കേട് വിചാരിച്ചിട്ട് ചന്ദ്രന്റേതാണെന്ന് പറയാൻ അവൾക്ക് മടി. അപ്പൊ അവള് വ്യഭിചരിച്ചു എന്നുള്ളത് ലോകം അംഗീകരിക്കുമല്ലോ. അപ്പൊ സ്വയം വിട്ടുകൊടുക്കാതെ താൻ വ്യഭിചരിച്ചു, താൻ ചന്ദ്രന്റെ ഗർഭമാണ് പ്രസവിച്ചത് എന്ന് അവൾ പറഞ്ഞു കൊടുത്തില്ല. ലജ്ജ കൊണ്ട് മിണ്ടിയില്ല, നാണക്കേട് വിചാരിച്ചുകൊണ്ട്. കുമാരോ മാതരം പ്രാഹ കുപിതോളീകലജ്ജയാ കിം നവോചസ്യ സദ്വൃത്തേ ആത്മാവദ്യം വദാശുഭേ. കുമാരോ മാതരം പ്രാഹ കുപിതോളീകലജ്ജയാ കിം നവോചസ്യ സദ്വൃത്തേ ആത്മാവദ്യം വദാശുഭേ. ആ സമയത്ത് ആ കുട്ടി ചെറുപ്രായത്തിൽ തന്നെ വിവേകി ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് ആ കുമാരൻ മാതരം പ്രാഹ, അമ്മയോട് ചോദിച്ചു. കുപിത, കോപിച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു. അളീകലജ്ജയാ, അമ്മയോട് പറയണം, അളീകലജ്ജയാ കിം, നീ ആവശ്യമില്ലാത്ത ലജ്ജ കൊണ്ട്, വൃഥാ ലജ്ജ കൊണ്ട് എന്ത് കാര്യം? നീ ലജ്ജിക്കേണ്ടതൊന്നുമില്ല. നവോചസി എന്നർത്ഥം. നവ ഊചസി, നീ എന്തുകൊണ്ട് പറയുന്നില്ല? എന്താ പറയാത്തത്? എന്താ ഈ ലജ്ജ കൊണ്ട് കാര്യം? അസദ്വൃത്തെ, അമ്മയെ വിളിക്കുകയാണ് മകൻ, ബുദ്ധിമാനായിട്ടുള്ള മകൻ വിളിക്കുകയാണ്. അസദ്വൃത്തെ, സദ്വൃത്തയല്ലാത്തവൾ, വ്യഭിചാരിണിയായിരിക്കുന്നവളെ, വഴിതെറ്റി നടന്നവളെ. ആത്മാവദ്യം വധ അശുഭേ, അശുഭേ അമംഗളെ, ആത്മാവദ്യം വധ, നിന്റെ ദോഷത്തെ നീ തന്നെ പറയേ, നീ ചെയ്ത തെറ്റേറ്റു പറയേ, എന്തിനാ നീ വെറുതെ മറച്ചു വെക്കണത്? മിണ്ടാതിരുന്നിട്ട് എന്ത് കാര്യം എന്നൊക്കെ ആ കുട്ടി തന്നെ, വിവേകിയായിട്ടുള്ള കുട്ടി അമ്മയോട് പറയാൻ ആവശ്യപ്പെടുന്നു. കുമാരോ മാതരം പ്രാഹ കുപിത അളീകലജ്ജയാക്കിം നവോചസി അസദ്വൃത്തെ ആത്മാവദ്യം വധ അശുഭേ. ബ്രഹ്മാതാമ്രഹ ആഹൂയ സമപ്രാക്ഷീച്ച സാന്ത്വയൻ സോമസ്യേത്യാഹ ശനകൈഃ സോമസ്തം താവദഗ്രഹീത. ബ്രഹ്മാതാമ്രഹ ആഹൂയ സമപ്രാക്ഷീച്ച സാന്ത്വയൻ സോമസ്യേത്യാഹ ശനകൈഃ സോമസ്തം താവദഗ്രഹീത. ബ്രഹ്മാതാമ്രഹ ആഹൂയ, ഉടനെ പിതാമഹനായ ബ്രഹ്മദേവൻ അവിടെ ഇടപെട്ടു. താം, അവളെ, താരയെ, രഹ ആഹൂയ, രഹസ്യമായിട്ട് ആഹ്വാനം ചെയ്ത് വിളിച്ച് സ്വകാര്യമായിട്ട് കൊണ്ടുപോയിട്ട് സമപ്രാക്ഷീത് സാന്ത്വയന്, അവളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട്, നീ പറയൂ, പേടിക്കേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല, ഉള്ള സത്യം തുറന്നു പറഞ്ഞോളൂ, അതാണ് നിനക്ക് നല്ലത്, അതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം തീരും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ലോകസാധാരണമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. സമപ്രാക്ഷി, പ്രശ്നം ചെയ്തു. സമ്യക് അപ്രാക്ഷീത്, അപ്രാക്ഷീത് പ്രശ്നം കൃതവാൻ എന്നർത്ഥം. അപ്പൊ ബ്രഹ്മദേവൻ ഇവളെ രഹസ്യമായിട്ട് വിളിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പൊ അവള് ആ പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവനോട് രഹസ്യമായിട്ട് പറഞ്ഞു, സോമസ്യ സോമസ്യ ഇത്യാഹ ശനകൈഹി. ശനകൈഹി പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ പതുക്കെ അവള്
ഇത്യാഹ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? സോമസ്യ, സോമന്റെയാണ്, ചന്ദ്രന്റെ മകനാണ് എന്നുള്ള കാര്യം രഹസ്യം അവള് പറഞ്ഞു. സോമഹ തം താവത് അഗ്രഹീത്. താവത് ഈ വർത്തമാനം ഉടനെ ബ്രഹ്മദേവൻ അനൗൺസ് ചെയ്തു. ആരും ബഹളം വയ്ക്കേണ്ട, പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, ഈ കുട്ടിയുടെ അച്ഛനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അച്ഛൻ സോമനാണ് എന്ന് അനൗൺസ് ചെയ്തു. അപ്പൊ താവത് സോമഹ തം അഗ്രഹീത്, സോമൻ അവനെ ഗ്രഹിച്ചു, തന്റെ പുത്രനായി സ്വീകരിച്ചു. അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് വിവാദത്തിലൂടെ സോമന് ഉണ്ടായ പുത്രനാണ്, താരയിലുണ്ടായ പുത്രനാണ് ബുധൻ എന്ന് പറയുന്നത്. തസ്യ ആത്മയോനിഹി അകൃത ബുധ ഇത്യഭിധാം നൃപ ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണാപ ഉഡുരാൺമുദം. തസ്യ ആത്മയോനിരകൃത ബുധ ഇത്യഭിധാം നൃപ ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണ ആപ ഉഡുരാൺമുദം. തസ്യ ആത്മയോനിഹി അകൃത, തസ്യ അവന് ആത്മയോനിഹി, ആത്മയോനി സ്വയംഭൂ ബ്രഹ്മദേവൻ, അകൃത ചെയ്തു എന്ത്? ബുധ ഇതി അഭിധാം, ബുധൻ എന്ന അഭിധാനത്തെ, നാമധേയത്തെ കൊടുത്തു ബ്രഹ്മദേവൻ തന്നെ ഈ തന്റെ പ്രപൗത്രന്, ചന്ദ്രന്റെ പുത്രനായ ഈ കുട്ടിക്ക് ബുധൻ എന്ന് നാമധേയം കൊടുത്തു. ഹേ നൃപ, അല്ലയോ പരീക്ഷിത്തെ, ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണ ആപ ഉടുരാട് മുദം. ഏന പുത്രേണ, ഏതൊരു പുത്രനാൽ, എങ്ങനെയുള്ള പുത്രൻ? ബുദ്ധിയ, നല്ല ബുദ്ധിമാനായിട്ടുള്ള പുത്രൻ, അവന്റെ ഗംഭീരയാ ബുദ്ധിയ, വളരെ ആഴമേറിയ ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് ആ പുത്രനാൽ ഉടുരാട്, നക്ഷത്രങ്ങളുടെ രാജാവായ ആ ചന്ദ്രൻ മുദം ആപ, മോദത്തെ പ്രാപിച്ചു. തന്റെ ആ ഗംഭീരനായ ബുദ്ധിമാനായ മകന്റെ എന്താ പറയുക, അച്ഛനാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ അഭിമാനം തോന്നി എന്നർത്ഥം. അങ്ങനെ ബുധൻ വളരെ കേമനായിട്ടാണ് അറിയപ്പെട്ടത്. അല്ലാതെ ബുധനെ ആരും അപമാനിച്ചില്ല. അല്ലെ, ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ വിവരം കെട്ടവരൊക്കെ കൂടി അപമാനിക്കും. ഇവിടെ അങ്ങനെയുള്ളതൊന്നും, ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നീടാണ് മനുഷ്യർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി പ്രകൃതിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ ഏകപത്നി വ്രതം, പാതിവ്രത്യം, ഇങ്ങനെയുള്ളതൊക്കെ മനുഷ്യര് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. എന്തിനാ? കലഹങ്ങളില്ലാതിരിക്കാൻ, സമൂഹത്തിൽ ആളുകൾ തമ്മിൽ ഇതുപോലെയുള്ള യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. ശുക്രാചാര്യരും ബൃഹസ്പതിയും പരസ്പരം പക്ഷം ചേർന്നുകൊണ്ട് ദേവാസുര യുദ്ധമുണ്ടായി എന്നൊക്കെ പറഞ്ഞു. ഇതിനു ശേഷമാണ് ബുധനാണ് ആദ്യത്തെ ഈ പാതിവ്രത്യ നിയമമുണ്ടാക്കുന്ന ആള്. നമ്മുടെ സ്മൃതികളില് വിചാരം ചെയ്തു കഴിഞ്ഞാൽ, അന്വേഷിച്ചു ചെന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ഒരു സ്ത്രീ പതിവ്രതയാവണം എന്നുള്ള നിയമം ആദ്യ ലിഖിത രൂപത്തില് നിശ്ചയിക്കുന്നത് ഈ ബുധനാണ്. അതുകൊണ്ടും അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ നമ്മുടെ മനുസ്മൃതി പോലെ ബുധന്റേതായിട്ടുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇത് എന്താ പറയുക, ഇങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ പിന്നീട് ഉണ്ടായി വരുന്നത് നമ്മുടെ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്ത്യൻ ഭരണഘടനയിൽ പല നിയമങ്ങളും പുതിയതായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കാലാകാലങ്ങളിൽ. അതൊക്കെ എന്തിനു വേണ്ടി? മനുഷ്യരുടെ സ്വൈരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി, അവർ തമ്മിൽ കലഹങ്ങളും യുദ്ധങ്ങളും തർക്കങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി, സമൂഹം എന്താ പറയുക ഭദ്രമായിരിക്കാൻ വേണ്ടി, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പേരിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ഒക്കെയാണ് നിയമങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ നിഗ്രഹ കിം കരിഷ്യസി എന്ന് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നുണ്ട്. അതാണ് പ്രകൃതി നിയമം. പ്രകൃതി നിയമത്തിൽ മറ്റ് ജന്തുക്കളൊക്കെ ജീവിക്കുന്നത് നോക്കിയാൽ അറിയാം. ഓരോ ജന്തുക്കളും എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഇടയിൽ ഈ ഏകപത്നി വ്രതമോ അല്ലെങ്കിൽ പതിവ്രത നിയമമോ ഒക്കെ അത്രയും കഠിനമായിട്ടുണ്ടോ? ചില ജന്തുക്കളുടെ ഇടയിൽ ഉണ്ട്, റയറായിട്ട് ഉണ്ട്, സാധാരണമായിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക,
എന്നെ നിങ്ങൾ ചീത്ത വിളിക്കാൻ തുടങ്ങും. ഇത് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിയമങ്ങളൊക്കെ മനുഷ്യരുടെ സുഖജീവിതത്തിന് ഉണ്ടാക്കുന്ന പരിഷ്കാരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരെ സിവിലൈസ്ഡ് എന്ന് പേര് വിളിക്കുന്നു. മറ്റവരൊക്കെ അൺസിവിലൈസ്ഡ്, പ്രാകൃതന്മാരെന്ന് വിളിക്കുന്നു. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നവർ പ്രാകൃതന്മാരും, പ്രകൃതിയെ നിയന്ത്രിച്ചുകൊണ്ട് സംസ്കാരത്തോടുകൂടെ ചില പരിഷ്കാരങ്ങളോടുകൂടെ സമൂഹം നിശ്ചയിച്ചിരിക്കുന്ന വിധി നിഷേധങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ സംസ്കാരമുള്ളവർ എന്നും നമ്മൾ വിളിക്കുകയാണ്. ശരിയാണ്, ആവശ്യമാണ്. സമൂഹത്തില് സംസ്കാരം അഥവാ പരിഷ്കാരങ്ങൾ, വിധി നിഷേധങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ പുതിയ പുതിയ വിധികളും പുതിയ നിഷേധങ്ങളും ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കും. എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പൊ ഇത് സനാതനമല്ല. ഈ പറയുന്ന വിധി നിഷേധങ്ങൾ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നതൊന്നും സനാതനമല്ല. കാലാകാലങ്ങളിൽ അതാത് ആചാര്യന്മാർ, അതാത് രാജാക്കന്മാർ, ഭരണകർത്താക്കന്മാർ ഒക്കെ നിശ്ചയിക്കുന്നതാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് അനേക ഭാര്യമാരെ വിവാഹം കഴിച്ചിരുന്നു പുരുഷന്മാർ. ഇപ്പൊ ദശരഥന്റെ കഥയാവട്ടെ, അങ്ങനെയാവട്ടെ, ശ്രീരാമൻ തീരുമാനിച്ചു അച്ഛനെ പോലെ ആവണ്ടെന്ന് ഏകപത്നി വ്രതധാരനായി മാറി. അതുപോലെ നമ്മുടെ പാഞ്ചാലിയുടെ കഥയെടുത്താൽ 5 ഭർത്താക്കന്മാര്. എല്ലാ കാലത്തും അത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാലത്തേക്കും എല്ലാവർക്കും പറ്റിയതല്ല എന്നുള്ളത് കൊണ്ട് അതിനെ നിഷേധിച്ചു. എല്ലാവർക്കും സാധ്യമല്ലാതെയായി. ഇപ്പോഴും പല ഗോത്ര സമൂഹങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പ്രാകൃതങ്ങളായിട്ടുള്ള പല വ്യവസ്ഥകളും ഉണ്ട്. ഈ ഭാരതത്തിൽ തന്നെയുണ്ട്. അതുപോലെ ആഫ്രിക്കയിലും അതുപോലെയുള്ളതായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിവിധങ്ങളായ ഗോത്ര സമ്പ്രദായങ്ങളൊക്കെ കാണാം. അപ്പൊ ഇതൊക്കെ അത് ഫാക്ടുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാനോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ അത് മാത്രം ഉൾക്കൊള്ളുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇന്നത്തെ സമൂഹത്തിനനുസരിച്ച് ജീവിക്കുക. അതേ നമുക്ക് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. പണ്ട് ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ശ്രീരാമൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ദശരഥൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, രാവണൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഇന്ന് അതിന് ഒരു വിലയില്ല. ഇന്നിപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലുള്ളതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് മര്യാദക്കാരായിട്ട് ജീവിക്കുക. ഇന്നത്തെ സ്മൃതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അംബേദ്കറും മറ്റുള്ള അന്നത്തെ കാലത്തുള്ള നെഹ്റു മുതലായിട്ടുള്ള ആളുകളൊക്കെ കൂടി ചേർന്ന് ഭാരതത്തിന്റെ ദീർഘവീക്ഷണത്തോടുകൂടി ഭാരതത്തിലെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സ്മൃതി. അതനുസരിക്കുക. ഇതിനെയൊക്കെ എടുത്ത് പരിഹസിക്കാനാണെങ്കിൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും, ബൈബിളിലും ഖുർആനിലും അവരുടേതായിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ ഇതുപോലെയുള്ള കഥകൾ, പ്രാചീന കഥകൾ ഒരുപാട് ഉണ്ടാവും. അതിലൊന്നും വലിയ കാര്യം ഇല്ല. അതിനെ വിളിച്ചുകൊണ്ട് പരസ്പരം പരിഹസിച്ചതുകൊണ്ടോ ചെറുതാക്കിയതുകൊണ്ടോ ഒരു കാര്യവും ഇല്ല. പരസ്പരം ശത്രുത വളർത്താം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലൊന്നും വലിയ പ്രമാണമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. ആ കാലത്തെ ചില പ്രാകൃതങ്ങളായ ചില കഥകളാണിതെല്ലാം. ഇരിക്കട്ടെ, നമുക്ക് തുടരാം. നിങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടുതരുന്നു. ചിന്തിക്കുക, സ്വതന്ത്രമായി ചിന്തിക്കാം. നമ്മൾ ബുദ്ധിയെ ആർക്കും പണയം വെക്കണ്ട. തതഃ പുരൂരവാജജ്ഞേ ഇളായാം ജൗദാഹൃതഃ തസ്യ രൂപഗുണൗദാര്യശീലദ്രവിണ വിക്രമാൻ ശ്രുത്വാ ഉർവശീന്ദ്രഭവനേ ഗീയമാനാൻ സുരർഷിണ തദന്തികമുപേയായ ദേവീ സ്മരശരാർദിതാം. തതഃ പുരൂരവാജജ്ഞേ ഇളായാം ജൗദാഹൃതഃ തസ്യ രൂപഗുണൗദാര്യശീലദ്രവിണ വിക്രമാൻ ശ്രുത്വോർവശീന്ദ്രഭവനേ ഗീയമാനാൻ സുരർഷിണ തദന്തികമുപേയായ ദേവീ സ്മരശരാർദിതാം. തതഃ പുരൂരവാജജ്ഞേ ഇളായാം. തതഃ അനന്തരം, അവനിൽ നിന്ന്, നോക്കർത്ഥം, ആരിൽ നിന്ന്? ബുധനിൽ നിന്ന്. ഇളായാം
പുരൂരവ ജജ്ഞേ. ഇള എന്ന കന്യകയിൽ പുരൂരവസ് എന്ന പുത്രൻ ജനിച്ചു. അപ്പൊ ബുധന് ഇളയിലുണ്ടായ പുത്രനാണ് പുരൂരവസ്. യഹ ഉദാഹൃത. ഇവിടെ യഹ ഉദാഹൃത എന്ന് പറഞ്ഞാല് ഈ ഇളയെക്കുറിച്ചും ഇളയിൽ പുരൂരവസ് ഉണ്ടായതിനെ കുറിച്ചും നമ്മൾ നവമസ്കന്ധത്തിൽ ആദ്യ അധ്യായത്തിൽ ഉദാഹൃത പറഞ്ഞിട്ടുണ്ട്. മുമ്പേ പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ്. മുമ്പേ പറഞ്ഞതാണല്ലോ ഇളയ്ക്ക് പുരൂരവസ് എന്ന പുത്രൻ ബുധനിൽ ഉണ്ടായി എന്നുള്ളത്. തസ്യ രൂപ ഗുണ ഔദാര്യ ശീലദ്രവിണ വിക്രമാൻ ശ്രുത്വാ. തസ്യ അവന്റെ ആരുടെ പുരൂരവസിന്റെ രൂപം, എന്താ പറയുക, ചന്ദ്രന്റെ വംശത്തിലെ ബുധന്റെ മകനായ പുരൂരവസിന്റെ രൂപസൗന്ദര്യം, അതുപോലെ ഗുണങ്ങൾ, അദ്ദേഹത്തിന്റെ ഗുണമാഹാത്മ്യങ്ങൾ, ഔദാര്യം, അദ്ദേഹത്തിന്റെ വിശാല മനസ്കത, ശീലം, അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമകൾ, ദ്രവിണ, അദ്ദേഹത്തിനുള്ള ധനങ്ങള്, വിക്രമം, അദ്ദേഹത്തിന്റെ പരാക്രമം, ശക്തി മുതലായവയെക്കുറിച്ച് ശ്രുത്വ ശ്രവിച്ചിട്ട് ഉർവശി, ആ ഉർവശി സ്മരശരാർദിത, സ്മരശര അർദിത, സ്മരൻ കാമദേവൻ, അദ്ദേഹത്തിന്റെ ശരം ബാണം. അപ്പൊ കാമബാണത്താൽ അർദിതയായി പീഡിതയായി ഉർവശി. എവിടുന്ന ഉർവശിക്ക് ഇത് കേൾക്കാനിടയുണ്ടായത്? ഇന്ദ്രഭവനെ സുരർഷിണാഗീയമാനാൻ. ഇന്ദ്രഭവനെ സ്വർഗലോകത്തില് സുരർഷി ദേവർഷി നാരദനാൽ ഗീയമാനാൻ ശ്രുത്വ, നാരദനാൽ ഗാനം ചെയ്യപ്പെടുന്നത് കേട്ടിട്ട് ആ ഉർവശിക്ക് കാമപീഡയുണ്ടായി. അപ്പോ എല്ലാം ഈശ്വര നിശ്ചയമാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു നിമിത്തമായിട്ട് നമ്മുടെ നാരദ മഹർഷി ചെന്ന് സ്വർഗത്തിൽ ചെന്ന് ഈ പുരൂരവസിന്റെ മഹാത്മ്യങ്ങൾ, രൂപം, ഗുണം, ഔദാര്യം, ശീലം, ദ്രവിണം, വിക്രമങ്ങൾ, ഇതിനെക്കുറിച്ച് ഗീയമാനങ്ങളായി ഗാനം ചെയ്തു. അവിടെ ചെന്ന് പാടി. ഭൂമിയിൽ ഇങ്ങനൊരു നമ്മുടെ ചന്ദ്രനും ബുധനും കൂടി, ചന്ദ്രന്റെ പുത്രനായ ബുധന് പുത്രനായിട്ട് ഇങ്ങനൊരു കേവനുണ്ടായിട്ടുണ്ട്. പുരൂരവസ് എന്നാണ് പേര്. ആള് നല്ല സുന്ദരനും ഇത്ര എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും പരാക്രമിയുമാണ് എന്നൊക്കെ സ്വർഗലോകത്തിൽ ചെന്ന് പാടി. അപ്പോഴോ അത് കേട്ട ഉർവശി തദന്തികമുപേയായ ദേവി എന്ന് പറഞ്ഞ, ദേവി എന്ന് പറഞ്ഞാലോ മനുഷ്യ സ്ത്രീ അല്ല, പക്ഷെ ഒരു ശാപം കൊണ്ട് ഭൂമിയിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു. ഉർവശിക്ക് മിത്രാവരുണന്മാരെന്ന ഋഷീശ്വരന്മാരുടെ ശാപം. കാരണം അവരുടെ രേതസ്സിനെ ഉർവശി സ്വീകരിച്ചില്ല. അതാണ് കലശത്തിലിട്ട് അല്ലെ കുംഭോത്ഭവന്മാർ രണ്ടുപേരുണ്ടായത്. മിത്രാവരണന്മാരുടെ സന്തതികളായിട്ട് അഗസ്ത്യനും വസിഷ്ഠനും ഉണ്ടായി. അപ്പൊ ഉർവശിയെ കണ്ടിട്ടാണ് അവർക്ക് രേതസ്ഖലനം ഉണ്ടായത് എന്ന് അവിടെ കഥ പറയുന്നുണ്ട്. അപ്പോ അത് സ്വീകരിക്കാൻ തയ്യാറാവാത്ത, ഗർഭത്തിൽ സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഉർവശിയെ അവർ ശപിച്ചു, മിത്രാവരണന്മാർ ശപിച്ചു. അതിന്റെ ഫലമായിട്ട് അവൾക്ക് ഭൂമിയിൽ മനുഷ്യ ദേഹം സ്വീകരിക്കേണ്ടി വന്നു. മനുഷ്യ സ്ത്രീയായിട്ട് ഒരു മനുഷ്യന്റെ കൂടെ കഴിയേണ്ടതായിട്ടും അവന്റെ സന്തതികളെ പ്രസവിക്കേണ്ടതായിട്ടും ഉള്ള ശാപമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൾ ഭൂമിയിൽ വരികയാണ്. അതാണ് തദന്തികം ഉപേയായ ദേവി. ദേവിയായിട്ട് പോലും, സ്വർഗവാസിയായ ദേവതയായിട്ട് പോലും, സ്മരശരാർദിത, ആ കാമപീഡിതയായിട്ട് തനിക്ക് ആരെ ഭർത്താവായിട്ട് സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചു. ഭൂമിയിൽ ചെന്നാൽ പുരൂരവസന്റെ ഭാര്യയാവാം എന്ന് കരുതി അടുത്തു വന്നു. തദന്തികം ഉപേയായ, അവൾ അദ്ദേഹത്തിന്റെ അടുത്തു വന്നു. മിത്രവരുണയോ ശാപാത് ആപന്നാ നരലോകതാം നിശാമ്യ പുരുഷശ്രേഷ്ഠം കന്ദർപ്പമിവ രൂപിണം ധൃതിം വിഷ്ടഭ്യലലന ഉപതസ്ഥേ തദന്തികേ. മിത്രാവരുണയോ ശാപാത് ആപന്നാ നരലോകതാം നിശാമ്യ പുരുഷശ്രേഷ്ഠം കന്ദർപ്പമിവ രൂപിണം ധൃതിം വിഷ്ടഭ്യലലന ഉപതസ്ഥേ തദന്തികേ. മിത്രാവരുണയോഹോ ശാപാത്. അപ്പൊ അത് മുമ്പേ പറഞ്ഞു. മിത്രാവരുണന്മാരുടെ ശാപം നിമിത്തമായിട്ട് നരലോകതാം ആപന്ന, നരലോകത്തിലേക്ക് വന്നു ചേർന്നവൾ, പുരുഷശ്രേഷ്ഠം കന്ദർപ്പമിവ രൂപിണം നിശാമ്യ. ഈ പുരൂരവസ് പുരുഷശ്രേഷ്ഠനാണ്. കന്ദർപ്പമിവ രൂപിണം, കന്ദർപ്പൻ കാമദേവൻ,
അപ്പൊ കാമദേവനെ പോലെ സുന്ദരനായിട്ടുള്ള പുരൂരവസനെ കുറിച്ച് നിശാമ്യ കേട്ടിട്ട് ആ ലലന സുന്ദരിയായിട്ടുള്ള അവൾ ധൃതിം വിഷ്ടഭ്യ മനസ്സിനെ നല്ലതുപോലെ അങ്ങോട്ട് ധൈര്യം അവലംബിച്ച് ഉറപ്പിച്ചിട്ട് തദന്തികെ ഉപതസ്ഥെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ ഉപാസിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രാപിച്ചു, അദ്ദേഹത്തോട് വന്ന് തന്റെ കാര്യം അവതരിപ്പിച്ചു എന്നർത്ഥം. അദ്ദേഹത്തെ വന്ന് സേവിക്കാൻ തയ്യാറായി. സതാം വിലോക്യ നൃപതി ഹർഷേണ ഉദ്ഭുല്ലലോചന ഉവാച ശ്ലക്ഷ്ണയാ വാച ദേവീം ഹൃഷ്ടതനൂരുഹ. സതാം വിലോക്യ നൃപതി ഹർഷേണ ഉദ്ഭുല്ലലോചന ഉവാച ശ്ലക്ഷ്ണയാ വാച ദേവീം ഹൃഷ്ടതനൂരുഹ. സതാം വിലോക്യ നൃപതി, സഹ നൃപതി, ആ പുരൂരവസ് എന്ന നൃപതി രാജാവ്, താം വിലോക്യ അവളെ കണ്ടിട്ട്, ഉർവശിയെ കണ്ടിട്ട്, ഹർഷേണ സന്തോഷം കൊണ്ട്, ഉദ്ഭുല്ലലോചന വികസിച്ച കണ്ണുകളോടുകൂടിയവനായി, എന്നിട്ടോ ശ്ലക്ഷ്ണയാ വാച ഉവാച നല്ല മൃദുവായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? ദേവിയോട്. ദേവീം ഹൃഷ്ടതനൂരുഹ, അദ്ദേഹത്തിന് ദേവിയോട് സംസാരിക്കുമ്പോൾ തനൂരുഹങ്ങൾ ഹൃഷ്ടം എന്ന് വെച്ചാൽ ശരീരരോമങ്ങള്, ഹൃഷ്ടം ഹർഷം കൊണ്ട് രോമാഞ്ച പുളകിതനായിട്ട് എന്നർത്ഥം. അപ്പൊ ശരീരത്തിൽ രോമാഞ്ചത്തോടുകൂടെ ദേവിയെ കണ്ട് ആ സന്തോഷത്തോടെ ദേവിയോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു. രാജോവാച സ്വാഗതം തേ വരാരോഹേ ആസ്യതാം കരവാമകിം സംരമസ്വമയാ സാകം രതിർന്നോ ശാശ്വതീ സമാ. രാജോവാച സ്വാഗതം തേ വരാരോഹേ ആസ്യതാം കരവാമകിം സംരമസ്വമയാ സാകം രതിർന്നോ ശാശ്വതീ സമാഹ. രാജാവ് വാച പുരൂരവസ് ഉർവശിയോട് പറയാണ്, ഹേ വരാരോഹേ, വരാരോഹ എന്ന് പറഞ്ഞാൽ സുന്ദരി എന്ന് സാമാന്യ അർത്ഥം, ഏറ്റവും ശ്രേഷ്ഠങ്ങളായ സ്തനകലശങ്ങളോട് കൂടിയവൾ എന്നർത്ഥം. ആരോഹം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുളച്ചത് എന്നാണ്. എന്താണ് പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് ശരീരത്തിലുള്ളത്? സ്തനങ്ങളാണ്. അപ്പോ വരങ്ങളായ ശ്രേഷ്ഠങ്ങളായ സ്തനങ്ങളോട് കൂടിയ സുന്ദരി, തേ സ്വാഗതം, നിനക്ക് സ്വാഗതം. ആസ്യതാം, ആസ്യതാം ഇരുന്നാലും നീ ഇരിക്കൂ. കരവാമ കിം, കിം കരവാമ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാം, എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? സംരമസ്വ മയാസാകം, മയാസാകം സംരമസ്വ, എന്നോടുകൂടെ നീ രമിച്ചാലും, എന്റെ ഭാര്യയായി എന്നോടുകൂടെ കഴിഞ്ഞാലും. മയാസാകം സംരമസ്വ രതിഹി നോഹോ നഹ ശാശ്വതീ സമാഹ. നമ്മൾ തമ്മിൽ ചേർന്നു കഴിഞ്ഞാൽ നഹ നമുക്ക് ശാശ്വതീ സമാഹ രതിഹി, ശാശ്വതങ്ങളായ സംവത്സരങ്ങൾ, അനേക സംവത്സരങ്ങൾ നമുക്ക് സുഖമായി രമിക്കാം. നമുക്ക് രതി ഉണ്ടാവട്ടെ, നമുക്ക് സന്തോഷമുണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് രണ്ടുപേർക്കും കൂടി ചേർന്ന് ദാമ്പത്യം അനുഭവിക്കാം, സന്തോഷിക്കാം. വരൂ, എന്നോടുകൂടെ ചേരൂ എന്ന് അദ്ദേഹം അഭ്യർത്ഥന നടത്തി. പുരൂരവസ് സുന്ദരിയായ ഉർവശിയോട് അപേക്ഷിച്ചു. ഉർവശ്യുവാച, ഉർവശി അതിന് മറുപടി പറയുന്നു. കസ്യാസ്ത്വൈന സജ്ജേത മനോദൃഷ്ടിശ്ച സുന്ദര യദംഗാന്തരമാസാദ്യ ചവദേ ഹരിരംസയാ. ഉർവശ്യുവാച കസ്യാസ്ത്വൈന സജ്ജേത മനോദൃഷ്ടിശ്ച സുന്ദര യദംഗാന്തരമാസാദ്യ ചവദേഹ ഹരിരംസയാ. ഉർവശി ഉവാച, ഉർവശി മറുപടി പറയുന്നു. ഹേ സുന്ദര എന്നാ വിളിക്കുന്നു. അല്ലയോ സുന്ദര, കസ്യാഹ ത്വയി മനഃ ദൃഷ്ടി ന സജ്ജേത. കസ്യാഹ ഏതൊരുവൾക്കാണ്, ത്വയി നിന്നിൽ, മനഃ ദൃഷ്ടി ച മനസ്സും ദൃഷ്ടിയും കണ്ണും, ന സജ്ജേത ഒട്ടാതിരിക്കുക. നിന്നെ കണ്ടാൽ ആർക്കാ കണ്ണെടുക്കാൻ തോന്നുക? ആരുടെ മനസ്സാണ് നിന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ സാധിക്കുക? ഏത് സ്ത്രീക്ക് സാധിക്കും? അപ്പൊ ഏത് സ്ത്രീകളെയും ആകർഷിക്കുന്ന സൗന്ദര്യം നിനക്കുണ്ട്. അവരുടെ മനസ്സിനെയും കണ്ണിനെയും നീ പിടിച്ച് കെട്ടിയിടും. അതുപോലെയുള്ള സൗന്ദര്യമല്ലേ നിനക്കുള്ളത്? യദംഗാന്തരമാസാദ്യ ചവദേഹ നിരംസയ.
ഏത് അംഗാന്തരം, യസ്യ അംഗാന്തരം, ആരുടെ അംഗങ്ങളുടെ ഇടയിൽ എന്ന് വെച്ചാൽ അവിടെ കൈകളുടെ ഭുജങ്ങളുടെ ഇടയിലുള്ള വക്ഷസ്സിൽ, രണ്ട് കൈകളുടെയും ഇടയിൽ ഏതൊരുവന്റെ മാറിൽ ആസാദ്യ പ്രാപിച്ചു കഴിഞ്ഞാൽ രിരംസയാ ചെവദേഹ, രിരംസ രന്തും ഇച്ഛ, രമിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, നിന്നോട് ചേർന്ന് രമിക്കാനുള്ള ആഗ്രഹത്താൽ ചെവതേ, ചെവതേ എന്ന് പറഞ്ഞാൽ അവള് മനസ്സ് കിഴിഞ്ഞു പോകും, സ്വന്തം മനസ്സ് നഷ്ടപ്പെട്ടു പോകും, സ്ഥാനഭ്രംശമുണ്ടാവും, അവളുടെ വിൽ പവറൊക്കെ പോകുന്നർത്ഥം, പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു അങ്ങയെ പോലെയുള്ള ഒരു സുന്ദരനിൽ നിന്ന് ആർക്ക്, ഏതൊരു സ്ത്രീക്ക് കണ്ണും മനസ്സും പറിച്ചെടുക്കാൻ പറ്റും? അങ്ങയുടെ ആ മാറിടത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ആ അങ്ങയോട് രമിക്കാനുള്ള കൊതി കൊണ്ട് വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകും, അങ്ങയുമായി താദാത്മ്യം പ്രാപിക്കും, അങ്ങേക്ക് വിധേയായി പോകും എന്നൊക്കെ അർത്ഥം പറയണം. ചവദേഹ രിരംസയാ. പക്ഷേ ഉർവശിക്ക് വേറെ ചില ഗൂഢ ഉദ്ദേശ്യങ്ങളുണ്ട്. എന്താണ്? ശാപമോക്ഷം കിട്ടി സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണം, കുറച്ചു കാലം ഭൂമിയിൽ ഇദ്ദേഹവുമായിട്ട് രമിക്കുകയും വേണം. അപ്പോ കുറച്ചു കാലം ഇദ്ദേഹത്തിന്റെ കൂടെ രമിക്കാം, അത് കഴിഞ്ഞ് പോകാനുള്ള ചില വഴികൾ ഉണ്ടാക്കുകയാണ്, തിരിച്ചു പോകാൻ വേണ്ടി ചില വഴികൾ ഉണ്ടാക്കുകയാണ്. അതിന് ചില കണ്ടീഷൻസ് പറയുകയാണ് ദേവി, അല്ലേ? വിവാഹ സമയത്ത് കണ്ടീഷൻസ് പറഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടീഷൻസ് ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ളതാണ്. ആര് തമ്മിലാണെങ്കിലും കണ്ടീഷന്റെ പുറത്തുള്ള ബന്ധങ്ങളാണെങ്കിൽ അതെല്ലാം ബ്രേക്ക് ചെയ്യപ്പെടും. അപ്പൊ കണ്ടീഷൻസ് ഇല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം ബന്ധങ്ങൾ. ഇവിടെ എന്തായാലും ഉർവശിക്ക് കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് പോകാൻ തയ്യാറാവുകയാണ്, അല്ലെങ്കിൽ തനിക്ക് പോകാനുള്ള വഴിമരുന്ന് ഒരുക്കുകയാണ്. എന്താണ് പറയുന്നത്? ഏതൗ ഉരണകൗ രാജന്യാസൗ രക്ഷസ്വമാനദ സംരസ്യേ ഭവദാ സാകം ശ്ലാഘ്യ സ്ത്രീണാം വരസ്മൃത. ഏതൗ ഉരണകൗ രാജന്യാസൗ രക്ഷസ്വമാനദ സംരസ്യേ ഭവദാ സാകം ശ്ലാഘ്യ സ്ത്രീണാം വരസ്മൃത. ഹേ മാനദ, ഹേ രാജൻ. രണ്ട് സംബോധനയാണ്. മാനദ എന്ന് പറഞ്ഞാൽ എന്നെ ബഹുമാനിക്കുന്നവനല്ലേ അങ്ങ്, എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്ന് എന്നെ മാനിക്കുന്നവനല്ലേ. ഹേ രാജൻ, എന്നെ രമിപ്പിക്കുന്നവനല്ലേ, രഞ്ജിപ്പിക്കുന്നവനല്ലേ, സന്തോഷിപ്പിക്കുന്നവനല്ലേ. അപ്പോ ഏതൗ ഉരണകൗ ന്യാസൗ, ഏതൗ ഈ രണ്ട്, ഉരണകൗ എന്ന് പറഞ്ഞാൽ ആടുകൾ, മുട്ടനാടുകൾ. ന്യാസൗ, ന്യാസൗ എന്ന് പറഞ്ഞാല് നിക്ഷേപങ്ങൾ. ന്യാസം എന്നാൽ നിക്ഷേപമാണ്. അപ്പൊ അങ്ങയിൽ ഞാൻ എടുത്തു വെക്കാനായിട്ട്, സൂക്ഷിക്കാനായിട്ട് നിക്ഷേപിക്കുകയാണ്. യു ആർ ദ കസ്റ്റോഡിയൻ, യു ആർ ദ കെയർ ടേക്കർ എന്നൊക്കെ അർത്ഥത്തില് ഇത് രണ്ടും അങ്ങയെ ഏൽപ്പിക്കുകയാണ്. എന്ത്? രണ്ട് ആട്ടിൻകുട്ടികളെ, ആൺകുട്ടികളെ, മുട്ടനാടുകളെ. ഏതൗ ഉരണകൗ ന്യാസൗ രക്ഷസ്വ, അങ്ങ് പരിപാലിക്കണം, രക്ഷിക്കണം. ഭവദാസാകം സംരംസ്യേ, ഭവദാസാകം അങ്ങയോടുകൂടെ ഞാൻ സംരംസ്യേ, സമ്യക് രംസ്യേ, നന്നായി രമിച്ചോളാം, സന്തോഷിച്ചോളാം, അങ്ങയെയും സന്തോഷിപ്പിക്കാം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമായിട്ട് കഴിയാം. ഇത് ഒന്ന് അങ്ങ് സൂക്ഷിക്കണം കേട്ടോ. ശ്ലാഘ്യ സ്ത്രീണാം വരഹ സ്മൃത, അങ്ങ് ശ്ലാഘ്യനാണ്, എല്ലാവരാലും കീർത്തിക്കാൻ യോഗ്യനാണ്. സ്ത്രീണാം വരഹ, സ്ത്രീകൾക്ക് വരനായി, ഭർത്താവായി, എല്ലാവരാലും കൊതിക്കപ്പെടുന്നവനായി. സ്മൃത, അങ്ങ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ഒരിക്കലുമില്ല, അങ്ങ് ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, എന്റെ ഈ വളർത്ത് ആട്ടിൻകുട്ടികളെ അങ്ങ് വേണം രക്ഷിക്കാൻ. ഇനി ഘൃതം മേ വീരഭക്ഷ്യം സ്യാത് നേക്ഷേത്വാന്യത്ര മൈഥുനാത് വിവാസസം തൽ തഥേതി പ്രതിപേദേ മഹാമനാ. ഘൃതം മേ വീരഭക്ഷ്യം സ്യാത് നേക്ഷേത്വാന്യത്ര മൈഥുനാത് വിവാസസം തത്തഥേതി പ്രതിപേദേ മഹാമനാ. ഇനി ഉർവശി വേറെ ചില കാര്യങ്ങൾ പറയണു. ഹേ വീര, അല്ലയോ
വീരനായിട്ടുള്ളവനെ അങ്ങേക്ക് എന്തും സാധിക്കുമല്ലോ. അപ്പൊ പിന്നെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും അങ്ങേക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് മേ ഭക്ഷ്യം ഘൃതം സ്യാത്, എനിക്ക് ഭക്ഷ്യമായിട്ട് ഘൃതം വേണം, നെയ്യേ ഞാൻ ഭക്ഷിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഘൃതം അമൃത തുല്യമാണ്. ദേവലോകത്ത് അമൃത് മാത്രം ഭക്ഷിക്കുന്നവളാണ് ഉർവശി. അപ്പൊ അമൃത് സമാനമായിരിക്കുന്ന ഭൂമിയിലുള്ള അമൃതാണ് നെയ്യ്. അമൃതം വാ ആജ്യം എന്ന് വേദം പറയുന്നുണ്ട്. ആജ്യം അമൃതം തന്നെയാണ്. അമൃതം വൈ എന്ന് ആ വാ എന്നുള്ളത് വൈ ആണ്. അപ്പോ ആജ്യം അമൃതം വൈ, ആജ്യം അമൃതം തന്നെയാകുന്നു. അപ്പൊ ഭൂമിയില് അമൃത സമാനമായിട്ടുള്ളതാണ് നെയ്യ്. നല്ല നെയ്യാണെങ്കിൽ ദിവസവും കഴിച്ചാൽ ആയുസ് കൂടും. അതുകൊണ്ടാണ് ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉണ്ടായിരുന്നത് പണ്ടത്തെ ആൾക്കാർ നെയ്യ് കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട്. ഇന്നിപ്പോ നെയ്യ് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നല്ല നാടൻ പശുവാണെങ്കിൽ അതിന്റെ നെയ്യ് അത് നന്നായിട്ട് എടുക്കാൻ അറിയണം, ഉപയോഗിക്കാം. അപ്പോ നെയ്യ് ആജ്യം അമൃതം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭക്ഷ്യമായിട്ട് ഞാൻ ഭക്ഷ്യം സ്യാത് ഘൃതം, ഘൃതമായിട്ട് എനിക്ക് നെയ്യ് വേണം ഭക്ഷണം തരാനായിട്ട്. ഇനി വേറെ ചില കാര്യങ്ങൾ. ത്വാ മൈഥുനാത് അന്യത്ര വിവാസസം ന ഈക്ഷേ. ത്വാം അങ്ങയെ മൈഥുനാത് അന്യത്ര, മൈഥുന സന്ദർഭത്തിലല്ലാതെ മറ്റ് സന്ദർഭങ്ങളിൽ വിവാസസം ന ഈക്ഷേ, വിവസ്ത്രനായിട്ട് കാണാൻ പാടില്ല. അപ്പൊ അങ്ങ് എപ്പോഴും വസ്ത്രം ധരിച്ചിരിക്കണം. നമ്മൾ മൈഥുന സമയത്ത് മാത്രമേ അങ്ങയുടെ നഗ്നത ഞാൻ കാണുകയുള്ളൂ. അതിനെന്തെങ്കിലും ഭംഗമുണ്ടായാൽ അത് നമ്മുടെ കണ്ടീഷൻ ഭേദിക്കലാണ്. അതുകൊണ്ട് മഹാമനാഹ തദാ ഇതി പ്രതിപേദേ, മഹാമനസ്കനായ ആ പുരൂരവസ്, ഒന്ന് മനസ്സിവളിൽ നല്ലതുപോലെ കാമുകനായി ഉറച്ചു കഴിഞ്ഞിരിക്കണം. പിന്നെ അദ്ദേഹത്തിന് വീരനായതുകൊണ്ട്, പരാക്രമമുള്ളതുകൊണ്ട്, ആത്മവിശ്വാസമുണ്ട് തനിക്കിതൊക്കെ സാധിക്കുമെന്ന്. അങ്ങനെ തനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കണം. ഓക്കെ, തത് അതൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രതിപേദേ പ്രതിജ്ഞ ചെയ്തു, അല്ലെങ്കിൽ മറുപടി കൊടുത്തു എന്നൊക്കെ അർത്ഥം. അംഗീകരിച്ചു. അങ്ങനെ കണ്ടീഷൻ പ്രകാരം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. അഹോ രൂപമഹോ ഭാവോ നരലോക വിമോഹനം കോ ന സേവേത മനുജോ ദേവീം ത്വാം സ്വയമാഗതാം. അഹോ രൂപം അഹോ ഭാവോ നരലോക വിമോഹനം കോ ന സേവേത മനുജോ ദേവീം ത്വാം സ്വയമാഗതാം. അപ്പോ ഈ ദേഹം തന്നെ പറയണ ദേവിയെക്കുറിച്ച്. അഹോ രൂപം, അങ്ങയുടെ ദേവിയുടെ രൂപം ആശ്ചര്യം തന്നെ. അഹോ ഭാവ, ഏതെല്ലാം ഭാവങ്ങളാണ് ആ ദേവി ഉർവശി പ്രകടിപ്പിക്കുന്നത്, എന്തെല്ലാം ഭാവമാണ്. നരലോക വിമോഹനം, മനുഷ്യലോകത്തിലുള്ള എല്ലാവരെയും മോഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട് അമ്മയ്ക്ക്. അതുകൊണ്ട് കോ മനുജഃ ദേവീം ത്വാം ന സേവേദ, ഏത് മനുഷ്യനാണ് ദേവിയായ ദിവ്യയായ നിന്നെ, അല്ലെ അലൗകികയായ നിന്നെ ആരാണ് സേവിക്കാതിരിക്കുക, ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? അതും സ്വയമാഗതം, അങ്ങോട്ട് അന്വേഷിച്ചു വന്നതല്ല, ഇങ്ങോട്ട് വന്നിരിക്കണം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ വേണ്ടാന്ന് പറയുന്നവൻ അത്രയും വിഡ്ഢിയായിരിക്കും എന്ന് പുരൂരവസ് പറയണം. അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്ന ആ ദേവിയെ ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു, എനിക്ക് സമ്മതം എന്ന് ദേവിയുടെ കണ്ടീഷൻസ് ഒക്കെ സമ്മതിച്ചു. തയാ സ പുരുഷശ്രേഷ്ഠോ രമയന്ത്യായദാർഹതഃ രേമേ സുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു. തയാ സ പുരുഷശ്രേഷ്ഠോ രമയന്ത്യായദാർഹതഃ രേമേ സുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു. തയാ അവളോടുകൂടെ സഹ പുരുഷശ്രേഷ്ഠ, ആ പുരുഷശ്രേഷ്ഠനായ പുരുഷോത്തമനായ പുരൂരവസ് യഥാർഹത രമയന്ത്യാ സഹ, വേണ്ടതുപോലെ രമിപ്പിക്കുന്നവളായ അവളോടുകൂടെ സുരവിഹാരേഷു ചൈത്രരഥാദിഷു കാമം രേമേ, സുരവിഹാരങ്ങളിൽ എന്ന് വെച്ചാൽ ദേവന്മാരെല്ലാം വിഹരിക്കുന്നതായിട്ടുള്ള ചൈത്രരഥം മുതലായ സ്ഥാനങ്ങളിൽ, ദേവ ഉദ്യാനങ്ങളാണ് ചൈത്രരഥം, നന്ദനം, പാരിഭദ്രം മുതലായിട്ടുള്ള ഓരോരോ ദേവന്മാരുടെ ഉദ്യാനങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ചെന്ന് രേമേ രമിച്ചു, സന്തോഷമായിട്ട് കഴിഞ്ഞു ആര്? പുരൂരവസും ഉർവശിയും.
രമമാണസ്തയാ ദേവ്യാ പത്മകിഞ്ചൽക്കഗന്ധയാ തന്മുഖാമോദമുഷിതോ മുമുദേഹർഗണാൻ ബഹൂൻ. രമമാണസ്തയാ ദേവ്യാ പത്മകിഞ്ചൽക്കഗന്ധയാ തന്മുഖാമോദമുഷിതോ മുമുദേഹർഗണാൻ ബഹൂൻ. തയാ ദേവ്യാ രമമാണഃ, ആ ദേവിയോടുകൂടി രമിക്കുന്നവൻ ആരാ? പുരൂരവസ്. എങ്ങനെയുള്ള ദേവി? പത്മകിഞ്ചൽക്കഗന്ധയാ, പത്മത്തിന്റെ കിഞ്ചൽക്കം താമരയുടെ കേസരം, അതിന്റെ ഗന്ധം. അപ്പൊ താമരയുടെ മധ്യഭാഗത്തുള്ള കേസരത്തിന്റെ സുഗന്ധം ശരീരത്തിൽ എപ്പോഴും പ്രസരിക്കുന്നവളാണ് ഉർവശി. നല്ല സൗരഭ്യം പ്രസരിപ്പിക്കുന്ന, അല്ലാതെ വിയർപ്പിന്റെ ഗന്ധമൊന്നും ഇല്ല, നല്ല താമര പൂവിന്റെ ഗന്ധം. പത്മകിഞ്ചൽക്കഗന്ധയാ. എന്നിട്ടോ തന്മുഖാമോദമുഷിതഃ, തന്മുഖാമോദമുഷിതഃ, അവളുടെ മുഖത്തിലെ ആമോദം. ആമോദം പറഞ്ഞാൽ സൗരഭ്യം തന്നെ. അപ്പൊ അവളുടെ വായിൽ നിന്ന് വരുന്ന സുഗന്ധം, താമ്പൂലാദി സർവണമെല്ലാം ചെയ്യുന്ന അവളുടെ വായിൽ നിന്ന് നാച്ചുറലായിട്ട് തന്നെ നല്ല സുഗന്ധം വരുന്നു. അതുകൊണ്ട് മുഷിതഃ, മുഷിതഃ എന്ന് പറഞ്ഞാലോ മോഷ്ടിക്കപ്പെട്ടവൻ എന്ന് വെച്ചാൽ മനസ്സ് അവൾക്ക് കൊടുത്തവൾ, അവളാൽ കീഴ്പ്പെടുത്തപ്പെട്ടവൻ, വശീകരിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെ അവളുടെ അധീനനായിട്ട് അഹർഗണാൻ ബഹൂൻ, ബഹൂൻ അഹർഗണാൻ, അനേക ദിവസങ്ങൾ കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. മുമുദേ, മോദിച്ചു, സന്തോഷിച്ചു. അപ്പൊ തന്മുഖാമോദമുഷിതഃ ബഹൂൻ അഹർഗണാൻ മുമുദേ, അവളുടെ ആ വായിൽ നിന്നുള്ളതായിട്ടുള്ള സൗരഭ്യത്താൽ എന്താ പറയുക, വശീകൃതനായ അദ്ദേഹം അവളുടെ അടിമയെ പോലെ വളരെ കാലം കഴിച്ചുകൂട്ടി എന്ന് താല്പര്യം. ഇനി കഥ ട്വിസ്റ്റ് ഉണ്ടാവുന്നു. അത് നമുക്ക് വൈകുന്നേരം കാണാം. വൈകുന്നേരം 6:30 കാണാം. ഈ അധ്യായം നമുക്കപ്പോൾ തീർക്കാം. പകുതിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വൈകിയാലും എടുത്തു. നമുക്ക് വൈകിട്ട് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. ഹരി ഓം. വൈകുന്നേരം 6:30 കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.